من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانه اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اتقوا الله عباد الله. ഏറ്റവും പ്രിയങ്കരായ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, മറ്റു സഹപാഠി സുഹൃത്തുക്കളെ, നമ്മളെ തർബിയ റമളാനിനെ എങ്ങനെ സ്വീകരിക്കാം എന്ന് സലഫ് സ്വാലിഹീങ്ങൾ എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് നമ്മളോട് ഒരുമിച്ച് പോയിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ഇരുത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല ദർജയിൽ ഉയർത്തപ്പെടുന്ന ഒരു അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. കോളേജിൽ ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എത്താനാണ് കുറച്ച് ലേറ്റായത്. അപ്പോൾ ആദ്യം നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളെ കണ്ടു. ഇൻഷാ അല്ലാഹ് ഒരാൾ നേരെ വൈകി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളുടെ അത്രയും സമയമാണ് നഷ്ടമാകുന്നത് എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെ നിങ്ങളോട് തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. സലഫുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടുപരിചയം, നമ്മൾ സലഫികളാണ്. സലഫി മസ്ജിദ് നമ്മളെ പള്ളിയുടെ പേര്, സലഫിസം, പിന്നെ ഒരുപാട് നമ്മൾ കേട്ട് പരിചയമുള്ള. അപ്പോൾ സലഫി എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ നമുക്ക് പരിചയമില്ലാത്തൊരു പദമല്ല. നമ്മൾ ആരാന്ന് ചോദിച്ചാൽ ഞാൻ സലഫിയാന്ന് നമ്മൾ പറയും. സലഫി കോംപ്ലക്സ് നമ്മളെ മദ്രസയിലൊക്കെ പേര് നൽകപ്പെടും. യഥാർത്ഥത്തിൽ എല്ലാ സ്ഥലത്തും നമ്മൾ സലഫികൾ എന്ന് അറിയപ്പെടുക. ചില ആളുകൾ ഓമന പേരായിട്ട് വഹാബികളെന്നും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ സലഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആരാണ് ഈ സലഫ് എന്ന്, ഈ സലഫിസം എന്നും സലഫുകളെ കുറിച്ചിട്ട് പറയുമ്പോൾ പഠിക്കുമ്പോൾ ആരാണ് ഇവർ? അതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം എന്നുള്ളത്. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകൾ, ഇവരെയാണ് സലഫുകൾ എന്നറിയപ്പെടുന്നത്. ആ സലഫുകളിൽ നിന്ന് പിന്നീട് ആ മാർഗം സ്വീകരിച്ച് വന്നത് ആരൊക്കെയുണ്ടോ അവരൊക്കെ സലഫുകളാണ്. അപ്പോൾ സലഫുകളുടെ വഴി നമ്മൾ പരിശോധിക്കുമ്പോൾ ആ വഴി നേരെ പോകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തുന്നുണ്ടോ ആ ഒരു പാരമ്പര്യത്തെയാണ് സലഫു സ്വാലിഹീങ്ങൾ എന്ന് വിശദീകരിക്കാറുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അസില് എൻ്റെ വസ്ത്രം അത് സലഫു സ്വാലിഹീങ്ങളെ പോലെ. അതേതാ സലഫു സ്വാലിഹീങ്ങൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ച ആളുകൾ, ആ സ്വഹാബിമാർ, അവർ കണ്ടുപഠിച്ച ജീവിതത്തിൻ്റെ മാതൃക അതെങ്ങനെയാണോ അതാണ് എൻ്റെ മാതൃക. ഇതാണ് യഥാർത്ഥത്തിൽ സലഫിസ് എന്ന് പറയുന്നത്. നമ്മൾ എന്താ എത്രമാത്രം സലഫിയാണെന്ന് പറയുമ്പോൾ ഒരു കാഠിന്യം പിടിക്കാറുള്ളത്, ഒരു വിട്ടുവീഴ്ചയും ചില കാര്യങ്ങൾ മാറിക്കൊടുക്കാറില്ല, പ്രത്യേകിച്ച് അഖീദയുടെ വിഷയത്തിൽ. കാരണം എന്താ? അതെങ്ങനെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, അതെങ്ങനെയാണോ സ്വഹാബത്ത് ജീവിതത്തിൽ പകർത്തിയത്, അത് ഞങ്ങൾ പകർത്തും. അതിനുള്ള ഒരു വാശിയാണ് യഥാർത്ഥത്തിലുള്ള. അത് യഥാർത്ഥത്തിൽ സലഫിസത്തെ സംബന്ധിച്ചത് ആളുകൾ ഇത്രമാത്രം എതിർപ്പ് എന്താ? സലഫിസം, ഈ നാട്ടിൽ സലഫികൾ ഉണ്ടെങ്കിൽ, സലഫിസമാണ് ഒരു നാട്ടിൽ ഭരിക്കുന്നതെങ്കിൽ അവിടെ മദ്യം ഉണ്ടാവില്ല, ചൂതാട്ടം ഉണ്ടാവില്ല, തിന്മയായ സാഹചര്യം ഒന്നും അവിടെ ഉണ്ടാവില്ല. അപ്പം ഇന്ന് നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വലിയ നഷ്ടം വരും, സാമ്പത്തികമായ നഷ്ടം വരും. മദ്യത്തിൻ്റെ കഥ ഒന്നും ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല. ദിനന്തരം പത്രം വായിക്കുന്ന ആളുകളാണ്.
അപ്പൊ ഇതൊക്കെ സെലഫിസം എന്നുള്ള ഒരു നാടാണത് ഭരിക്കുന്നതെങ്കിൽ മദ്യം ഉണ്ടാവൂല, വ്യഭിചാരശാലകൾ ഉണ്ടാവൂല. വ്യഭിചാരശാലകളൊന്നും ഇല്ലെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് അപ്പുറം ചിന്തിച്ചു കഴിഞ്ഞാൽ അമേരിക്ക പോലെയുള്ള വലിയ വലിയ രാഷ്ട്രങ്ങളൊക്കെ ജീവിക്കുന്നതടക്കം യൂറോപ്പിലൊക്കെ ബില്യൺ കണക്കിന് ഡോളറുകളാണ് ഇവർക്ക് ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം പറഞ്ഞ് നടക്കുകയും പെണ്ണുങ്ങളെ കൃത്യമായി ചൂഷണം ചെയ്യുന്ന സംവിധാനം ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രൂപത്തിൽ അവനക്ക് ഇഷ്ടമുള്ളത് അവന് മൊബൈൽ ഫോണിൽ ഡേറ്റ് ഉറപ്പിക്കുന്നു, അവന് പോയിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ്റെ ഒരു വികാരം അർപ്പിക്കുന്നു, അവൻ തിരിച്ചു പോരുന്നു, അവന് പൈസ പേ ചെയ്യുന്നു. ഇതിന് നിന്ന് കൊടുക്കുന്ന ശരീരം കൊടുക്കുന്ന സ്ത്രീകൾക്കല്ല യഥാർത്ഥത്തിൽ ഇതിന്റെ ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നത്. അവർ ചൂഷണം ചെയ്യപ്പെടുക. അതിന് വലിയൊരു മുതലാളിത്തം അതിന്റെ പിന്നിലുണ്ട്. ഇങ്ങനെയാണ് പൊതുവെ യൂറോപ്യൻ രാജ്യങ്ങളിൽ അടക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്ര ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ഇസ്ലാമിക രാജ്യമായി സെലഫികളാണ് അവിടെ നിലനിൽക്കുന്നതെങ്കിൽ ഇതിനൊക്കെ എതിർപ്പൊക്കെ വരും. ഇങ്ങനത്തെയുള്ള ആളുകൾക്കൊന്നും രാഷ്ട്രീയമായി ഇടപെടാൻ പോലും സാധ്യമല്ല. ഖത്തർ വേൾഡ് കപ്പ് നടക്കുമ്പോൾ നമുക്ക് വലിയൊരു മാതൃക ഉണ്ട് അവിടെ എന്താ മാതൃക? മദ്യത്തിന്റെ അംശം പോലും ആ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് കയറ്റാൻ രാജാവ് അനുവദിച്ചിട്ടില്ല. അത് തിന്മയാണ് പൂർണ്ണമായ ബോധ്യത്തോട് കൂടിയിട്ട് ഖുർആനിന്റെ ആയത്ത് തുടങ്ങിയിട്ടാണ് അല്ലേ? ഒരു ഫുട്ബോൾ കളി എന്ന് പറയുമ്പോൾ വിവിധ രാജ്യക്കാരുള്ള, വിവിധ സംസ്കാരങ്ങളുള്ള, വിവിധ ഭക്ഷണ ശൈലികളുള്ള, വസ്ത്രങ്ങളുള്ള, വിവിധ നിറങ്ങളുള്ള, വിവിധ സംസ്കാരങ്ങളുള്ള ആളുകൾ തമ്മിൽ ഒരുമിച്ച് കൂടുന്നത്. അവിടെ ഒരു ആയത്ത് പറഞ്ഞുകൊണ്ട് ഖുർആൻ തുടങ്ങിക്കൊണ്ട് ആ വേൾഡ് കപ്പ് ആരംഭിക്കുന്നു. മദ്യം ഇങ്ങോട്ട് കയറ്റില്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ രാജാവിന് എത്രമാത്രം എതിർപ്പുകൾ വന്നു. വേൾഡ് കപ്പിന്റെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ, പ്രസിഡന്റ് അടക്കമുള്ള ആളുകളൊക്കെ എതിർത്തു. പക്ഷെ അനുവദിച്ചു കൊടുത്തില്ല. അവിടെയാണ് ഒരു സെലഫിസത്തിന്റെ പ്രാധാന്യമുള്ളത്. നമ്മുടെ നാട്ടിൽ സെലഫികൾ ഉണ്ടെന്ന് പറഞ്ഞാല് അവിടെ പിന്നെ അവരുടെ അരികിൽ നിന്ന് തിന്മ ഉണ്ടാവില്ല. തിന്മകൾക്കെതിരെ പടപൊരുതും, ബിദഅത്തുകൾക്കെതിരെ, ശിർക്കിനെതിരെ പടപൊരുതും. ഇങ്ങനെ തിന്മയില്ലാത്തൊരു ലോകം എന്ന് പറയുമ്പോൾ ഈ ആളുകൾക്കുള്ള കച്ചവടത്തിന്റെ മാർഗം തടയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രമാത്രം ലോകാടിസ്ഥാനത്തിലടക്കം സെലഫിസത്തെ ആളുകൾ എതിർക്കാൻ കാരണം. ചെറിയൊരു വശം പറഞ്ഞു വെച്ചു എന്നുള്ളതും. യഥാർത്ഥത്തിൽ സെലഫികൾ എന്ന് പറയുമ്പോൾ നമ്മളെ വിഷയത്തിന്റെ ഒരാഴം എന്ന നിലക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് തരുന്നുണ്ട്. വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബ യഗ്ഫിർ ലനാ. അവരെ സംബന്ധിച്ചിടത്തോളം വല്ലദീന ജാഉ മിൻ ബഅദിഹി, അവർക്ക് ശേഷം വന്ന ആളുകൾ. ഈ അവർക്ക് ശേഷം വന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ സ്വഹാബികൾക്ക് ശേഷം വന്ന ആളുകൾ. യഖൂലൂന, അവർ പ്രാർത്ഥിക്കുന്നവരാ. എന്താണ് അവർ പ്രാർത്ഥിക്കുന്നത്? റബ്ബന യഗ്ഫിർ ലനാ, അല്ലാഹുവേ നാദ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ, ഞങ്ങളുടെ തെറ്റുകൾക്ക് നീ പൊറുക്കണേ. വഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ, ഞങ്ങളെ മുൻഗാമികളായ വിശ്വാസികളായ ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണേ, അവർ ചെയ്തത് നീ പുറത്തു കൊടുക്കണേ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഇല്ലൽ ലദീന ആമനൂ, വിശ്വാസികളായ ആളുകൾക്ക് ഒരിക്കലും അവരുടെ മനസ്സുകളിൽ, ഞങ്ങളുടെ മനസ്സുകളിൽ ഒരിക്കലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു അസൂയ, പകം, വിദ്വേഷം, ഇത്തരത്തിലുള്ള മ്ലേച്ഛമായ ഒരു അഹങ്കാരം, ഒരു വിദ്വേഷത്തിന്റെ പക, ഈ ചിന്താഗതിയൊന്നും ഞങ്ങളുടെ മനസ്സിൽ ഇട്ട് തരില്ല റബ്ബേ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിക്കാൻ പറയുന്ന ഒരു വശമുണ്ട്. അപ്പോൾ ഖുർആൻ ഇവിടെ പറയുന്നു വല്ലദീന ജാഉ മിൻ ബഅദിഹിം, അവർക്ക് മുമ്പുള്ള ആളുകൾക്ക്, അവർക്ക് ശേഷം വന്ന ആളുകൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന. അപ്പം മുമ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന, ഈ ആയത്ത് ഉദ്ദേശിക്കുന്നത് സ്വഹാബിമാരെയാണ്. അപ്പോൾ സ്വഹാബിമാരായിട്ടുള്ള ആളുകൾക്ക്, അതേപോലെ അതിന് തൊട്ടു പിന്നെ വന്ന താബിഈങ്ങൾ, അതിനുശേഷം ഇന്ന് ലോകാവസാനം വരെ ജീവിച്ചിരിക്കുന്ന എല്ലാ വിശ്വാസികളും ഈ ആയത്തിന്റെ പരിധിയിൽ പെട്ട്, ഈ ആയത്തിന്റെ പരിധിയിൽ നമ്മളും പെട്ട്. അപ്പൊ നമുക്കുള്ള വലിയ ബാധ്യത എന്ന് പറയുന്നത് നമ്മളെ മുൻഗാമികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമതായി പ്രാർത്ഥിക്കേണ്ട സംഗതി എന്നുള്ള റബ്ബി യഗ്ഫിർ ലനാ, റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. അപ്പൊ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് തെറ്റുകൾ, ഞങ്ങളുടെ ജീവിതത്തിലും പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് പുറത്തു തരണേ. ഞങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, ഞങ്ങളെ മുൻഗാമികളുണ്ട്, ഞങ്ങളെ മുന്നേ നടന്ന ആളുകളുണ്ട്. ആ സഹോദരന്മാർക്കും വിശ്വാസികളായ ആളുകൾക്കും റബ്ബേ നീ പുറത്തു കൊടുക്കണേ. ഇവിടെ പടച്ചിടമിന്റെ കൽപ്പന അമ്ര, വേണമെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി, അങ്ങനെയല്ല, പ്രാർത്ഥിക്കണമെന്ന് അവിടെ കൽപ്പന ഉള്ളത്. നമ്മൾ നമുക്ക് വേണ്ടി പാപമോചനം തേടുന്നുണ്ടെങ്കിൽ ഇതേ പ്രാധാന്യത്തോടു കൂടി നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾക്കും വേണ്ടി തേടണം എന്നുള്ളതാണ്. ആയത്തിന് അത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് മുഫസ്സിരിങ്ങളൊക്കെ വിശദീകരിച്ച് നമുക്ക് കാണുവാൻ സാധിക്കാം. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു സലഫു സ്വാലിഹിന്റെ പാത എന്ന് പറയുമ്പോൾ അവനവന് വേണ്ടി മാത്രമല്ല പ്രാർത്ഥന, മുൻഗാമികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നവരാണ് എന്നാണ് ഖുർആൻ
പറഞ്ഞു വെക്കുന്ന ഒരു സംഗതി എന്നുള്ളത്. അപ്പം ഇത് നമ്മളെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഉണ്ടാവേണ്ട ഒരു നിമിത്തത്തെ സംബന്ധിച്ചിടത്തോളമാണ് നമ്മൾ മുൻഗാമികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മുൻഗാമികൾ എന്ന് പറയുമ്പോൾ സ്വഹാബത്തും അതിനുശേഷം വന്ന ആളുകളും നമ്മുടെ നാട്ടിൽ തന്നെ അല്ലേ, നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് വേണ്ടി ഓടി നടന്ന ഒരുപാട് ആളുകളുണ്ട്. എത്ര ആളുകൾ നമ്മുടെ നാട്ടിൽ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് ഈ സംവിധാനത്തോടു കൂടി ഇവിടെ ഇരിക്കാനുള്ള സംവിധാനം, ഇതിന്റെ പിന്നിൽ പിറകെ ഓടി നടന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ഓടി നടന്ന വിയർപ്പുകളും അവരുണ്ടാക്കിയ വടിയിലൂടെ നമ്മൾ നടക്കണുള്ളൂ. അവർ വെട്ടിത്തെളിച്ച് തന്നിട്ടുണ്ട്. ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്ന വലിയ ശിറുക്കൻ പൊന്തകളും കുറ്റിക്കാടുകളും ഒരു വെട്ടിയിട്ട് അവർ വഴി തെളിച്ചു വന്നിട്ടുണ്ട്. ആ വഴിയിലൂടെ നടക്കാനാണ് നമ്മളോട് പറയുന്നുള്ളൂ. ആ മുൻഗാമികളുടെ അവസ്ഥ, അവർ അനുഭവിച്ച പ്രയാസവും പ്രതിസന്ധിയുടെയും അവർ വിരിച്ച ഒരു തണലിലാണ് നാം ഇരിക്കുന്ന ബോധ്യവും. അപ്പം ഞങ്ങൾക്ക് ഈ സംവിധാനം, ഇന്നിവിടെ തൗഹീദ് പറയാനും ഇന്നിവിടെ ഇരുന്ന് പഠിക്കാനുമുള്ള സംവിധാനം ഉണ്ടാക്കി തന്നതിനുള്ള അവർ പ്രയത്നിച്ച ആ പ്രയത്നം, അപ്പം നീ അവർക്ക് പുറത്തു കൊടുക്കണേ, അവരുടെ സൗഹലിയായ കർമ്മങ്ങൾ നീ സ്വീകരിക്കണം റഹ്മാനെ എന്ന് പറയുന്നൊരവസ്ഥ ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന ഖുർആൻ പറയുന്നത്. അതാണ് ഒരു വിശ്വാസി നിലകൊള്ളുമ്പോൾ മുൻഗാമികളുടെ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. അത് രണ്ടാമതൊരു കൽപ്പന ആയിട്ടല്ല, പ്രാർത്ഥിച്ചിരിക്കണം എന്നുള്ളതാണ്. പിന്നീട് ഖുർആൻ പറയുന്നത് ആരാണ് ഈ സ്വഹാബിമാരുമായി ബന്ധപ്പെട്ടത്? മുഹമ്മദ് റസൂലുള്ളാഹ്. മുഹമ്മദും റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റഹ്മാഹു ബൈനഹും. മുഹമ്മദ് റസൂലുള്ളാഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണ്, അള്ളാഹുവിന്റെ ദൂതനാണ്. വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ, വല്ലദീന മഅഹു അദ്ദേഹത്തോടൊപ്പമുള്ളവർ. അദ്ദേഹത്തോടൊപ്പമുള്ളവർ എന്ന് പറയുമ്പോൾ സ്വഹാബികളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ ആയത്തിന്റെ ഭാഗം, ഈ ആയത്തിന്റെ വശങ്ങൾ, ആയത്തിന്റെ എല്ലാ നിബന്ധനകളും നമുക്കും ബാധകമാണ്. അപ്പൊ അദ്ദേഹത്തിനോടൊപ്പം വല്ലദീന മഅഹു, അദ്ദേഹത്തിന് ഒപ്പമുള്ള ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അശിദ്ദാഉ അലൽ കുഫാർ, അവർ കഠിന ഹൃദയം പുലർത്തുന്നവരാ. കുഫാരികളായിട്ടുള്ള അവിശ്വാസികളായ ആളുകളുടെ കാഠിന്യം പുലർത്തുന്നവരാ. റുഹമാഉ ബൈനഹും, വിശ്വാസികൾ തമ്മിലോ വല്ലാത്ത സ്നേഹമുള്ളവരാ, പരിഗണനയുള്ളവരാ. ഇതെന്ന് പറയുമ്പോൾ വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക, അവരോട് അത്രമാത്രം ഒരു സഹായം ചെയ്യാതിരിക്കുക, അങ്ങനെയല്ല. വിശ്വാസിയും തമ്മിലുള്ള ഒരു മമത, ഒരു സ്നേഹം, ഒരു സ്നേഹ വായ്പകൾ, ഒരു സാഹോദര്യ ബന്ധം, അതൊന്നും അവിശ്വാസികളുമായിട്ട് അവരുണ്ടാവില്ല. അത്രേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ വിശ്വാസികളായിട്ടാണെങ്കിലോ വല്ലാത്ത പരിഗണനയാണ്. അവർ തമ്മിലുള്ള സ്നേഹബന്ധം കണ്ടു കഴിഞ്ഞാൽ വല്ലാത്ത ആസ്വാദനമാണ്. ഇതാണ് ഖുർആൻ പറഞ്ഞു തന്ന ആ സംഭവം എന്നുള്ളത്. എന്നാലോ തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഊന ഫളലൻ മിനല്ലാഹ്, അവരെ സംബന്ധിച്ചിടത്തോളം തറാഹു നിനക്ക് കാണാൻ സാധിക്കും റുക്അൻ സുജ്ജദൻ, സുജൂദ് ചെയ്തതിന്റെ, റുക്ഊ ചെയ്തതിന്റെ. എന്തിനാണ് ഇത് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തത്? യബ്തഊന ഫളലൻ മിനല്ലാഹി വരിദ്വാന, ആ ആളുകളൊക്കെ ആഗ്രഹിക്കുന്ന അള്ളാഹുവിന്റെ പൊരുത്തവും പ്രീതിയും മാത്രമാണ്. പിന്നെയും ഖുർആൻ പറയുന്നു സീമാഹും, അവരുടെ അടയാളമുണ്ട്, ഫീ വുജൂഹിഹിം, അവരുടെ മുഖത്ത്, മിൻ അസരി സുജൂദ്, സുജൂദ് ചെയ്തതിന്റെ പാടുകൾ എന്ന് പറയുമ്പോൾ നമസ്കാരത്തെ അമ്പുള്ളവരാണെന്നല്ല പറയുന്നത്. നമസ്കാരം മുഖേന ഉണ്ടാവേണ്ട ഒരു പ്രകാശം ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ നമസ്കരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു പ്രകാശമുണ്ട്, വല്ലാത്തൊരു ആസ്വാദനമുണ്ട്. അത് മറ്റുള്ള ആളുകൾക്ക് ഇങ്ങനെ നമസ്കാരമുള്ള ആളുകളെ സംബന്ധിച്ചത് ഓരെ കണ്ടൊരു സമാധാനം, അവരെ മുഖം കണ്ടാൽ തന്നെ ഒരു പ്രത്യേക തെളിച്ചുണ്ടാവും. അല്ലാതെ നിസ്കാര ടൈമിലുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ സ്വഭാവം എടുത്ത് നോക്കിയാലോ 5 പൈസക്ക് ഉണ്ടാവില്ല. നിസ്കാര ടൈം ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, നമസ്കരിക്കുന്ന ആളുകൾ. അവർ എന്ത് നല്ല സ്വഭാവമാവും. അപ്പോൾ നമസ്കാരം എന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒന്നാമത്തെ ഗുണം, ആ സലഫു സ്വാലിഹീങ്ങളുടെ ഒന്നാമത്തെ ഗുണം, ആ സ്വഹാബാക്കളുടെ മുഖം കണ്ടാൽ തന്നെ എന്തൊരു പ്രസന്നത, ഒരു പ്രകാശം, ഒരു വെളിച്ചം. തിരിച്ചിങ്ങോട്ട് വരുന്ന ആളുകൾക്ക് ഒരു സമാധാനം ലഭിക്കും എന്നുള്ളതാണ്. നമ്മൾ നമസ്കാരം കൊണ്ട് നമുക്ക് ആയി തീരേണ്ട ഒരു അവസ്ഥ അതാണെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ എവിടൊക്കെയോ പോരായ്മകളുണ്ട്. നമ്മൾ നമസ്കരിച്ചിട്ട് നമുക്കൊരു പ്രകാശം ലഭിക്കുന്നില്ല, ഒരു വഴിയും തെളിയുന്നില്ല. ഇപ്പോഴൊരു കട്ട പുകയാണ് ജീവിതവും. മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോഴേ വേജാറാണ്. ആലോചിച്ച് നോക്കല്ലേ, കൃത്യമായി 5 വക്ത് നമസ്കരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി മറ്റൊരുത്തൻ കാണുമ്പോൾ അവനുണ്ടാകേണ്ട ഒരു മാനസികാവസ്ഥയാണ് ഖുർആൻ പറയുന്നത്. അവർക്കൊരു പ്രകാശം ഉണ്ടാവും, വെളിച്ചുണ്ടാവും, സമാധാനം ഉണ്ടാവും എന്നുള്ളതാണ്. ഞങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മളെ കാണുമ്പോൾ എത്ര ആളുകൾക്ക് സമാധാനം ഉണ്ട്. നമ്മൾ ആ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റം കൊണ്ട്, നമ്മുടെ ഇടപെടൽ കൊണ്ട് എത്ര ആളുകൾ തൃപ്തരാണ്, ആലോചിച്ചാൽ മതി എന്നുള്ളതാണ്. അല്ലെങ്കിൽ എവിടെയൊക്കെ പറയാൻ വേണ്ടി നികത്തറപ്പ് ഞാൻ തയ്യാറാണ്. ഈ ഒരു രീതിയിലാണ്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്ത് ഓതിക്കൊണ്ട് ആ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം വിശദീകരിക്കുന്നത്. പിന്നെ ഖുർആൻ ചെയ്യുന്ന ഒരു വശം എന്നുള്ളത് ഈ സലഫു സ്വാലിഹീങ്ങളായിട്ടുള്ള സ്വഹാബത്തിനെ ഓരോരുത്തരെയും പെറുക്കി പെറുക്കി പറഞ്ഞു തന്നു. മുഹാജിരീങ്ങളും അൻസാറുകളും നമുക്കറിയാം. ഖുർആൻ പറഞ്ഞു തരുന്ന ആദ്യം മുഹാജിറുകളെ സംബന്ധിച്ചിടത്തോളം ആ മുഹാജിറുകളില്ലേ, ലിൽഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വഅംവാലിഹിം യബ്തഊന ഫളലൻ മിനല്ലാഹി വറിദ്വാന. ആ മുഹാജിറുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറയുന്നത് ദാനധർമ്മം ലഭിക്കേണ്ട ഏറ്റവും ആവശ്യമുള്ള ആളുകള് ലിൽഫുഖറാഇൽ മുഹാജിരീന, ആ മുഹാജിരീങ്ങളിൽപ്പെട്ട ആളുകളാണ്. ദാനധർമ്മത്തിനും എല്ലാവിധ അർഹതയുമുള്ള ആ ദരിദ്രരായിട്ടുള്ള മുഹാജിരീങ്ങളാണ് അതിനുള്ള ആവശ്യം. കാരണം എന്താ? അല്ലദീന ഉഖ്രിജൂ, അവർ പുറത്താക്കപ്പെട്ടിട്ടുണ്ട്, മിൻ ദിയാരിഹിം, അവരുടെ വീടുകളിൽ നിന്ന്, അംവാലിഹിം, അവർ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ. മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹു, യാസിറിന്റെ കുടുംബം റളിയല്ലാഹു അൻഹു, യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം, യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അമ്മാർ റളിയല്ലാഹു അൻഹു, തന്റെ ഭാര്യയായ സുമയ്യ റളിയല്ലാഹു അൻഹ, ഇതൊക്കെ നമുക്കറിയാം. ആദ്യത്തെ ഷഹീദത്താണ് സുമയ്യ റളിയല്ലാഹു അൻഹ. ആ കുടുംബത്തെ മുഴുവനും ആളുകൾ കൊണ്ടുപോകുന്നത് തന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് തന്റെ വീടിന്റെ പരിസരത്തിട്ടാണ് ചുട്ടുകരിക്കുന്നത്. സുമയ്യ റളിയല്ലാഹു അൻഹയെ അവര് കുന്തം കൊണ്ട് കുത്തുന്നു. ഇതൊരു മകൻ കണ്ടു നിൽക്കുന്നു. ഒരു മകനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഉമ്മയുടെ ഗുഹ്യാവയവത്തിലേക്ക് കുന്തം ഇറക്കുന്നതും ചോര വരുന്നതും അതിങ്ങനെ കണ്ടുകൊണ്ട് പിടഞ്ഞു നിൽക്കുന്ന തന്റെ ഉമ്മ ഇങ്ങനെ പിടഞ്ഞു മരിക്കുന്ന രംഗം കണ്ണുകൊണ്ട് കാണേണ്ടതെന്താ അമ്മാർ റളിയല്ലാഹു അൻഹു. ആ സമയത്തൊന്നും അവരെ ഈമാൻ പിറകോട്ട് പോയിട്ടില്ല. വീട്ടിൽ നാട്ടിപ്പുറത്തേക്ക് ഉപദ്രവം അവരെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. സ്വന്തം പിതാവിനെയും അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ മുന്നിട്ട് ക്രൂശിക്കുന്നു, പ്രയാസപ്പെടുത്തുന്നു. അമ്മാർ റളിയല്ലാഹു അൻഹുവിനെയും തീക്കടലുണ്ടാക്കി ചുട്ടുകരിക്കുന്നു അല്ലെ. നമ്മൾ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അറിയാതെ ഒരു ചൂടുള്ളൊരു പാത്രം പിടിച്ച് തന്നെ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ വലിക്കും. ഈ പച്ചയായ ശരീരം, സഹോദരന്മാരെ, നമ്മളെപ്പോലെ ഈ പച്ചയായ ശരീരത്തിൽ തീ ഉണ്ടാക്കിയിട്ട് ആ തീയിൽ ഇങ്ങനെ ശരീരം ഇങ്ങനെ പൊള്ളിക്കുക, ശരീരം പൊള്ളി വേദന സഹിക്കാൻ വയ്യാതെ അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രയാസം കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ചെയ്യാൻ സാധ്യമല്ല. പ്രവാചകനെ തല താഴ്ത്തി നടന്നു പോവുക. പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട്, യാ നാറുകുനി ബർദം വസലാമ യാ അമ്മാർ കമാ കുൻത അലാ ഇബ്രാഹിം. അല്ലയോ തീയെ സമാധാനമേകണേ, ശാന്തിയേകണം തീയെ, കമാ കുൻത അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശാന്തിയേകിയതുപോലെയും സമാധാനമേകിയതുപോലെയും എൻ്റെ അമ്മാറിന് സമാധാനാകണേ, ശാന്തിയേകണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കണ്ടേ. അത്രമാത്രം വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് അവര്. അംവാലിഹിം, അവരുടെ ധനം മുഴുവൻ ഇപ്പൊ അവര് പിടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ധനമില്ലാത്ത ആളുകളാണ് ഈ മുഹാജിറുകളായിട്ട് ആളുകൾ. ശുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം മക്കയിൽ നിന്ന് കടന്നു വരുമ്പോൾ മക്കയിലെ മുശ്രിക്കീങ്ങളായിട്ടുള്ള ആളുകൾ തടയുന്നുണ്ട്. ഒരു ബോർഡിൽ വെച്ച് തടയുന്നു. സുഹൈബ് റൂമി, താങ്കൾ ഈ മക്കയിലേക്ക് കടന്നു വരുമ്പോൾ ദരിദ്രനായിരുന്നു, ഇന്ന് വലിയ സമ്പന്നനാ, ഇന്ന് ഒരുപാട് സംവിധാനമുണ്ട്, ഒരുപാട് സമ്പത്തുണ്ട്, എല്ലാം ഈ മക്കയിൽ നിന്നാണ് താങ്കൾ നേടിയത്. താങ്കൾക്ക് ഹിജറ പോകണമെങ്കിൽ, പ്രവാചകനോടൊപ്പം താങ്കൾക്ക് പോകണമെങ്കിൽ താങ്കൾ ഇതുവരെ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും ഇവിടെ ഇറക്കി വെച്ച് പോവാം, അല്ലെങ്കിൽ പോകാൻ പറ്റൂല. ആ ബോർഡിൽ വെച്ച് സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അത് നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ സമ്പത്താണോ? നിങ്ങൾക്ക് വേണ്ട ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള എൻ്റെ സമ്പാദ്യമാണോ? എടുത്തോളൂ. അവസാനം തൻ്റെ കയ്യിലുണ്ടായ ഒട്ടകത്തെയും കയ്യിലുണ്ടായ വില കൂടിയ വസ്ത്രത്തെയും അടക്കം അഴിച്ചു കൊടുത്ത് അദ്ദേഹം നടന്നു നീങ്ങിയെന്ന ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഒന്നുമില്ലാതെയാണ് ആ മുഹാജിരീങ്ങളായിട്ടുള്ള ആളുകൾ ആ മദീനത്തിലേക്ക് എത്തുന്നത്. ഖുർആൻ അവരെ വിശദീകരിക്കുന്നു, ഇതെല്ലാം ചെയ്തെന്തിനാ? അവർ ഇതെല്ലാം ചെയ്യുന്നതും വേറൊരു ആഗ്രഹം അവരുടെ മനസ്സിൽ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് തൃപ്തി, അള്ളാഹിന്റെ പ്രീതി, ഇത് മാത്രമായിരുന്നു അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. ആ ഹൃദയത്തിൽ അള്ളാഹുവിനുള്ള പ്രീതിയും തൃപ്തിക്കും വേണ്ടി അവരുടെ സമ്പത്ത് അവർക്ക് തടസ്സമായില്ല, അവരുടെ വീടുകൾക്ക് അവർക്ക് തടസ്സമായില്ല. പലപ്പോഴും നമുക്ക് തടസ്സമാകുന്ന രണ്ട് വിഷയങ്ങളാണ്, ഒന്ന് സമ്പത്തും ഒരു വീടും. എന്തിനു വേണ്ടി ജീവിതം എന്ന് ചോദിച്ചാൽ പലരുടെയും മറുപടി കുടുംബത്തിന് വേണ്ടിയാ, മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി. മക്കൾ ഒരുപാട് പ്രയാസമുണ്ട്, അതൊക്കെ എൻ്റെ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ എൻ്റെ കയ്യിലാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എങ്ങനെ ജീവിക്കും? നമ്മുടെ മനസ്സിലൊക്കെ അത് ചിന്തല്ലേ, എൻ്റെ ഭാര്യ പിന്നെ എന്ത് ചെയ്യും? ഇതാണ് നമ്മൾ മുഴുവൻ ആളുകളെയും ചിന്ത. ഞാൻ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ അനാഥരാ, അവരെന്ത് ചെയ്യും? എൻ്റെ ഭാര്യ എന്ത് ചെയ്യും? നേരം തിരിച്ച് ചിന്തിച്ചൂടെ? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താ?
ആ കബറിൽ നമ്മൾ ഒറ്റയ്ക്ക. 3 ദിവസം കഴിഞ്ഞാൽ നമ്മൾ സുന്ദരമായി കൊണ്ടു നടന്ന നമ്മുടെ മുഖം മുട്ട പൊട്ടി ഒലിക്കുന്നത് പോലെ ഒലിക്കും. കറുകറുത്ത വണ്ടുകളും പുഴുക്കളും നമ്മുടെ ശരീരം തിന്നും. ശരീരം, നമ്മുടെ സുന്ദരമായ ശരീരവും നമ്മൾ ആരോഗ്യമുണ്ടെന്ന് വിചാരിക്കുന്ന ഈ ശരീരം മുഴുവനും പുഴുക്കൾക്കുള്ള ഭക്ഷണമാണ്. ഈ പുഴുക്കൾക്കുള്ള ഭക്ഷണമായി നമ്മുടെ ശരീരം അവിടെ നിന്ന് വികൃതമാകുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് ആ കബറിൽ തുണയാകുന്ന, തണലാകുന്ന, ശാന്തിയാകുന്ന, അവസ്ഥയാകുന്ന ജീവിതം ഇവിടെ ജീവിച്ചോ? ഇതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ സംഘടനകളെ ഏറ്റെടുക്കും. അതിനുള്ള സംവിധാനം ഒന്നുണ്ട്, നമ്മുടെ ഇണക്കുള്ള സംവിധാനം ഉണ്ട്. അത് കഴിഞ്ഞാൽ അവരിപ്പോൾ മറ്റൊരു ജീവിതത്തിലേക്ക് അവർ പോകും. അവരുടേതായ ഇണയോടുകൂടിയുള്ള ജീവിതം പിന്നീട് നിലനിൽക്കും. ഇവിടെ നമ്മുടെ ജീവിതം എന്തെന്നുള്ള ചിന്താഗതി പലപ്പോഴും മറന്നു പോകുന്നുവെങ്കിൽ, എല്ലാത്തിനും വേണം, കുടുംബത്തിന് ഓട്ടം വേണം, സമ്പത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ടി ഓടേണ്ടി വരും. ഇതെല്ലാം ഓടുമ്പോഴും ഈ സ്വഹാബികളുടെ സലഫുസ്വാലികളുടെ മാർഗം എന്നുള്ളത് പക്ഷെ ഇതൊന്നും അവർക്ക് അള്ളാന്റെ പ്രീതിയും തൃപ്തിയും ലഭിക്കുന്ന തടസ്സമില്ല. നമുക്ക് മൊത്തം തടസ്സം അതാ. ഇപ്പൊ ഇവിടെ തന്നെ ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ഒരുമിച്ച് കൂടാൻ പലപ്പോഴും തടസ്സം നമ്മുടെ കച്ചവടമാവും. കച്ചവടക്കാരെ പ്രയാസപ്പെടുത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ജോലിയാവും, അല്ലെങ്കിൽ നമ്മുടെ മക്കളാവും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബമാവും. കുടുംബത്തിന് ഞാൻ ഇന്ന് ഒരു സ്ഥലത്തേക്ക് കുടുംബത്തിനോടൊപ്പം ഇറങ്ങാമെന്ന് വിചാരിച്ചിരുന്നു, അതുകൊണ്ട് ഇന്നേക്ക് വരാൻ പറ്റൂല. ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. ഈ പരീക്ഷണ വേളയിൽ ചിലപ്പോൾ മക്കൾക്കാവാം. മക്കൾ എന്തെങ്കിലും ചുറ്റുപാട് കൊണ്ട് നമുക്ക് ദീനിയായ മേഖലയിൽ സജീവമാവാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. ഇവിടെയാണ് ഖുർആൻ പറയുന്നത് എത്ര പ്രസക്തമാണ് ആ പ്രവാചകന്മാരുടെ സലഫു സ്വാലിഹീങ്ങളായ സ്വഹാബത്തിന്റെ അവസ്ഥ. ആ ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രീതിയും തൃപ്തിയും ലഭിക്കാൻ അവർക്ക് സമ്പത്ത് ഒരു തടസ്സമല്ല, അവർക്ക് കുടുംബവും ഒരു തടസ്സമല്ല. ഈ ഒരു മാർഗത്തിലേക്ക്, ചിന്തയിലേക്ക് നമ്മൾ വളരണം. അതാണ് അവർ സ്വീകരിച്ച മാർഗം. അതാണ് നമ്മുടെ മുൻഗാമികൾ മുഴുവനും സ്വീകരിച്ച മാർഗം, അല്ലെ? ഉമർ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ നമ്മുടെ നാട്ടിലുള്ള ഉമർ റഹിമഹുല്ലാഹ്, അദ്ദേഹമൊക്കെ പോകുന്ന യാത്ര, രാവിലെ ഇറങ്ങിത്തിരിക്കും യാത്ര ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. ഏതെങ്കിലും പള്ളിയിലും പരിസരത്തും അദ്ദേഹം കിടക്കും, മുഴുവൻ തൗഹീദ് പറയും. അന്നുള്ള മുഴുവൻ ജീർണതകൾക്കെതിരെ സംസാരിക്കുന്ന വീഡിയോ കണ്ട് ഇറങ്ങുകയാണ്. കയ്യിലൊന്നും ഉണ്ടാവില്ല. ആരെയൊക്കെ അവിടെയുള്ള ആളുകളൊക്കെ കൊടുത്തിട്ട് എന്നാലും ഉള്ള സ്ഥലത്ത് തൗഹീദ് പറയും, ഉള്ള സ്ഥലത്ത് മുഴുവൻ ഓടി നടക്കും. അവരൊക്കെ ആ ഓടി നടന്നതിന്റെ തണലിലാണ് നമ്മൾ നിൽക്കുന്നത്. അവരുടെ ആഗ്രഹം അത് തന്നെ, അതവർക്ക് ലഭിക്കും ചെയ്ത്. നമ്മൾ പലതും ചെയ്യുമ്പോൾ തൃപ്തി പടച്ചവരിൽ നിന്നുള്ള റിദ്വാനും പടച്ച റഹ്മാനിലുള്ള ഫളലുമല്ല ആഗ്രഹിക്കുന്നത്. നാട്ടുകാര് സുബൈക്ക് എന്താ ജമാഅത്തിന് വരാത്തെ? സുബൈക്ക് ജമാഅത്തിന് വരുന്നു, അവരുടെ മനസ്സിൽ ഞാൻ ഇപ്പൊ പള്ളിക്ക് വന്നിട്ടില്ലെങ്കിൽ എന്താ മറ്റൊരു വിചാരിക്കുക, ഞാൻ പ്രസിഡന്റ് അല്ലേ, ഞാൻ സെക്രട്ടറി, ഞാൻ ഈ നാട്ടിലൊക്കെ ISM KM ഒക്കെ ആകുമ്പോൾ ഞാൻ സുബൈക്ക് വന്നില്ലെങ്കിൽ എന്നോട് ചോദിക്കില്ല എന്തേന്ന് വരാന്, അതുകൊണ്ട് വരിക. സുബൈ പോയില്ലേ, സുബൈ പോയി, എന്തേ പരിപാടിക്ക് അത് ഞാനവിടെ മുഖം കാണിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. അത് ഓരൊക്കെ എന്താ വിചാരിക്കുക, ഇവരെന്താ വിചാരിക്കുക? ഇവിടെ ഇങ്ങനെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്താഗതി വരുമ്പോഴേക്കും സൂചിപ്പിച്ചു വന്നത് സ്വഹാബിമാര്, സലഫു സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകൾ ഖുർആൻ എന്താണ് അവരെ സംബന്ധിച്ച് പറഞ്ഞു തന്നത്, അവരെങ്ങനെയാണ് അവരുടെ ജീവിതത്തെ അവർ സമീപിച്ചത് എന്നുള്ളതാണ്. മുഹാജിറുകളുടെ അവസ്ഥ, അൻസാറുകളുടെ അവസ്ഥ ഖുർആൻ പിന്നീട് വിവരിക്കുന്നുണ്ട്. ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ സൂറത്ത് ഹശറിൽ അവരെ വിവരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ചില വശങ്ങൾ മാത്രം പെട്ടെന്ന് പറയുന്നു. ഇതൊരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി വിശദീകരിക്കുന്നത് ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം, അൻസാറുകളെ സംബന്ധിച്ചിടത്തോളം, അൽ ഈമാന മിൻ ഖബ്ലിഹിം, അവരെ സംബന്ധിച്ചിടത്തോളം യുഹിബ്ബൂനഹു മൻ ഹാജറ ഇലൈഹിം, ആ ആളുകൾ നാട്ടിൽ നിന്ന് കടന്നു വരുന്നതിന് മുമ്പേ, മുഹാജിറുകളായുള്ള ആളുകൾ കടന്നു വരുന്നതിന് മുമ്പ് വീടൊരുക്കി കാത്തിരിക്കുന്നു അൻസാറുകൾ. മറ്റൊന്ന് വിശദീകരിക്കുന്നു, വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത മിമ്മാ ഊതു, ഈ ആളുകൾക്ക്, അൻസാറുകളായുള്ള ആളുകൾ മുഹാജിരീങ്ങൾക്ക് എന്തെങ്കിലും നൽകിയാലോ അത് അവർക്ക് അർഹതപ്പെട്ടത് തന്നെ, അത് അവർക്ക് തന്നെയാണ് നൽകേണ്ടത്. മുഹാജിരീങ്ങൾക്ക് നൽകുമ്പോൾ ഒരു പ്രയാസവും പ്രതിസന്ധിയും ഒരു പരിവട്ടമൊന്നും പറയാത്ത ആളുകളാണ് ഈ അൻസാറുകളായിട്ടുള്ള ആളുകൾ. ഈ അൻസാറുകളായിട്ടുള്ള ആളുകൾക്ക് ആവശ്യമുള്ള സംഗതിയായിരിക്കും, എന്നാലും അവർ മുണ്ടൂല.
ആവശ്യമുള്ളതാണെങ്കിൽ അവർ വിചാരിക്കും അത് മുഹാജിരിങ്ങൾക്ക് തന്നെ കിട്ടട്ടെ, അത് അവർക്ക് തന്നെ ലഭിക്കട്ടെ, അവരുടെ മക്കളടക്കം എന്തേലും വീട്ടിലുണ്ടെങ്കിൽ മറ്റവർക്ക് ലഭിക്കട്ടെ. ഇങ്ങനെ ഈ ചിന്താഗതിയോട് കൂടിയുള്ള ആളുകളായിരുന്നു സ്വഹാബത്ത് മുഴുവനും എന്നുള്ള. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സംബന്ധിച്ചിടത്തോളം വിശദീകരിക്കുക ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമമായ സമൂഹമാണ് ആ ആളുകൾ. ഏറ്റവും ഉത്തമമായ സമൂഹമായി പിന്നീട് അവർക്ക് ശേഷം വരുന്ന ആളുകളെയും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി സലഫു സ്വാലിഹീങ്ങൾ, നമ്മൾ പ്രധാനമായുള്ള വിഷയം സലഫു സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് റമദാൻ വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നത്. റമദാൻ വരുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം മുഴുവനായും ഫസ്സലഫു ലഹും അഹ്വാലുൻ ഫീ റമദാന ഗൈറു അഹ്വാലിഹിം ഫീ ഗൈരി റമദാന ഫീ ശുഹൂർ. മറ്റുള്ള മാസങ്ങൾ കാണുന്ന പോലെയല്ല, റമദാൻ മാസം വരുമ്പോൾ വ്യത്യസ്തമായ രൂപത്തിലാണ് അവരതിനെ വർണ്ണിക്കാറ്. അത് ചിന്താഗതി തന്നെ മാറുന്നതാണ്. റമദാൻ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ വീടുകൾ ഒരുങ്ങും, പള്ളികൾ ഒരുങ്ങും, വസ്ത്രങ്ങൾ ഒരുങ്ങും, പുതിയ പെയിന്റ് വരും, പുതിയ കാർപ്പറ്റ് വരും, മാറാളികളുണ്ടെങ്കിൽ അതെല്ലാം തുടച്ചു വൃത്തിയായിട്ടുണ്ടാവും. എല്ലാ കാര്യങ്ങളും അല്ലേ, ഖുർആനടക്ക പൊടിയൊക്കെ തട്ടി ക്ലിയർ ആക്കി അവിടെ വെക്കും. എല്ലാ സംവിധാനവും വീടിൻ്റെ പരിസരം മുതൽ പള്ളിയുടെ പരിസരം മുതൽ നാടിൻ്റെ പരിസരം മുതൽ മുഴുവനും ശുദ്ധിയാവും. സലഫു സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകൾ റമദാൻ കടന്നു വരുമ്പോൾ വ്യത്യസ്തമായ സ്വീകരണമാണ് അവർ സ്വീകരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുക. അവരിൽ മിക്ക ആളുകളും ഒന്നാമതായിട്ട് ഇമാം മാലിക് ബിൻ അനസ്, ആദ്യത്തെ ഹദീസ് ഗ്രന്ഥം എഴുതിയ മുവത്ത എഴുതിയ ഇമാം മാലിക് റഹ്മഹുല്ല മദീനത്ത, അദ്ദേഹത്തിന്റെ ദർസ് മുഴുവനും ഇമാം മാലിക് റഹ്മഹുല്ലയെ സംബന്ധിച്ചിടത്തോളം വിശദീകരിക്കുന്നുണ്ട്. അല്ലദീ ലാ തൻഖതിഉ ദുറൂസുഹു ഫിൽ മസ്ജിദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഫിഖുഹാ ഫി റമളാൻ. റമളാൻ മാസമായി കഴിഞ്ഞാൽ അതുവരെ അവിടെ ദർസ് നടക്കാറുണ്ട്. മദീനത്തെ പള്ളിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ അവിടെ ദർസ് നടക്കും. എന്നാൽ ഈ റമളാൻ കടന്നു വരുന്നതോടുകൂടി അവർ ഓടും എന്നുള്ളതാ. അവരെങ്ങോട്ടായി ഓടുന്നത്? അവരുടെ ഓട്ടം ഖുർആനിന്റെ മാസമായ റമളാൻ കടന്നു വരുമ്പോൾ അവർ മറ്റുള്ളവരിൽ എല്ലാ അവസ്ഥയിലും അവർ ഓടിപ്പോകും, എന്നിട്ട് ഖുർആന്റെ അടുത്തിരിക്കുന്നതാണ്. ഒരുപാട് ഇമാം മാലിക് റഹിമഹുല്ലയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും കാണാൻ സാധിക്കുന്നതാണ് ഇദാ ദഖല റമളാനും യഫിറു മിനൽ ഹദീസ്. റമളാൻ മാസമായി കഴിഞ്ഞാൽ ഹദീസിന്റെ പഠനമൊക്കെ അദ്ദേഹം ഇങ്ങനെ കുറക്കും. വമിൻ മുജാലസത്തിൻ അഹ്ലിൽ ഇൽമി, മറ്റുള്ള അറിവ് നേടുന്ന എല്ലാ അറിവുകളിൽ നിന്നും അദ്ദേഹം ഓടും, അല്ലെങ്കിൽ സാവകാശം കാണിക്കും. മറ്റുള്ള അറിവുകളിൽ നിന്നൊക്കെ ഓടിപ്പോയി എന്നുള്ളതാണ്. ഹദീസുകളിൽ നിന്നും അതേപോലെ രൂപത്തിലുള്ള മറ്റു വിജ്ഞാനങ്ങളിൽ നിന്നും എല്ലാം ആവശ്യമാണ്. എന്നാൽ റമളാൻ കടന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം ഖുർആൻ പാരായണത്തിന് വേണ്ടിയാണ് ഒഴിഞ്ഞിരിക്കും. ഇമാം മാലിക് റഹിമഹുല്ല വലിയ പണ്ഡിതനാണ്. ആ പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം വിശദീകരിക്കുന്നത് ആ സലഫു സ്വാലിഹീങ്ങളുടെ മാർഗം അദ്ദേഹം പിന്തുണക്കുന്നത് റമളാനായി കഴിഞ്ഞ ബാക്കിയുള്ള ഇൽമെല്ലാം അദ്ദേഹം കൊട്ടിയടക്കും. മുഴുവൻ സമയം റമളാന് ആ ഖുർആന് വേണ്ടിയാണ് അവരവിടെ ഇരിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് കാന സുഫിയാനു സൗരി റഹിമഹുല്ല, അദ്ദേഹം ഇദാ ദഖല റമളാനു തറക ജമീഉൽ ഇബാദാത്ത്. റമളാൻ ആയി കഴിഞ്ഞാൽ മറ്റുള്ള ഇബാദത്തുകളൊക്കെ, മറ്റുള്ള ആരാധന കർമ്മങ്ങളൊക്കെ അദ്ദേഹം അവിടെ താൽക്കാലികം നിർത്തും. എന്നിട്ട് അദ്ദേഹത്തിന്റെ പണിയോ അക്ബല അലാ ഖിറാഅത്തിൽ ഖുർആൻ. അദ്ദേഹം പിന്നെ ഖിറാഅത്തോട് കൂടി ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തിരിക്കും. എന്തുകൊണ്ട് ഖുർആൻ അല്പനേരം പാരായണം ചെയ്യാനും ദീർഘനേരം പാരായണം ചെയ്യാനും നമുക്ക് സാധിക്കാത്തത്? ആ ഒരു വശം ഇൻഷാ അല്ലാഹ് എൻ്റെ വാക്കിന്റെ അവസാനത്തിൽ ഞാൻ സൂചിപ്പിക്കാം. മറ്റൊരു സുഫിയാൻ സൗരിയും അതേപോലെ കാന മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റഹിമഹുല്ല അദ്ദേഹം റമളാൻ ആയി കഴിഞ്ഞാൽ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് എന്താ? റമളാൻ ആയി കഴിഞ്ഞാൽ യഖ്തിമു ഫി റമളാന ഫി നഹാരി കുല്ല യൗമിൻ ഖതബൻ, എല്ലാ ദിവസവും പകലിൽ ഒരു ഖത്തം അദ്ദേഹം തീർക്കും. ഒരു ദിവസം അദ്ദേഹം തീർക്കും. മാത്രമല്ല വയഖൂമു ബഅദ തറാവീഹി കുല്ല തലാസ ലയാലിൻ ബിഖത്മത്ത്. മാത്രമല്ല തറാവീഹ് നമസ്കാരത്തിന് ശേഷവും 3 ദിവസം കൂടുമ്പോൾ അദ്ദേഹം വേറൊരു ഖത്തം തീർക്കും. എല്ലാ പകലിലും ഒരു ഖത്തം തീർക്കും. 3 ദിവസം കൂടുമ്പോൾ രാത്രി തറാവീഹ് നമസ്കാരത്തിന് ശേഷവും അദ്ദേഹം ഖത്തം തീർക്കും. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വേറെ എന്തിനാ പിന്നെ സമയം ഉണ്ടാവുക അല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതിനൊക്കെ പറ്റുമോ? ഇതിനൊക്കെ സാധിക്കുമോ? ഇതൊക്കെ നടപടിയാവോ എന്ന ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് ഉയർത്തുന്നു. സലഫുകളുടെ മാർഗം എന്നുള്ളത് അതാ.
റമദാൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ചിന്താഗതി അവർക്കില്ല. ഖുർആൻ എടുക്കുന്നു, ഓതുന്നു. ഒരു ദിവസം ഒരു ഖത്തം തീർക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കൊരു ഭാരമായി തോന്നുന്നു. ആ ഭാരത്തെ അവർ കൃത്യമായി 30 ദിവസവും കണ്ടിന്യൂ ചെയ്ത് കൃത്യമായി നിലപാടോടുകൂടി കൊണ്ടുപോയി എന്നുള്ളതാണ് മർമ്മപ്രധാനമായ ഒരു വശം. എന്താണ് സലഫു സ്വാലിഹ്യങ്ങളിൽ നിന്നും നമ്മളിൽ നിന്നും വേർതിരിക്കുന്ന ഒരു മാർഗം, ഒരു വര? എവിടെയാണ് അവർ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പരിശോധിക്കുമ്പോൾ ഇത്തരം മേഖലയിലൊക്കെ കണ്ടാൽ വേഗം തെളിയുമെന്നുള്ളതാണ്. ഇനി ഒരുപാട് ഉദാഹരണം നമുക്ക് പറയാനുണ്ട്. വക്കാന സഈദ് ബിനുൽ ജുബൈരിൻ യഖ്തിമുൽ ഖുർആന ഫീ കുല്ലി ലൈലതൈൻ. എല്ലാ 2 രാത്രികളിലും അദ്ദേഹം ഖുർആൻ ഖത്തം തീർക്കും. 2 രാത്രി കൊണ്ട് അദ്ദേഹം ഖത്തം തീർക്കും. എല്ലാ 2 രാത്രികളിലും അദ്ദേഹം ഖത്തം തീർക്കും. ഇവിടെ ഖുർആൻ ഖത്തം തീർക്കുന്നത് കൃത്യമായിട്ട് റമദാനിലെന്ന് മാത്രമല്ല, ഇദ്ദേഹം എല്ലാത്തപ്പോഴൊക്കെ ഖത്തം തീർക്കാറുണ്ടായിരുന്നു 2 ദിവസം കൂടുമ്പോൾ എന്നുള്ളതാണ്. അതാണ് നമ്മുടെ മുൻഗാമികൾ. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വെളിച്ചവും തെളിച്ചവും സമാധാനവും അവരുടെ മരണവും ഏതൊരാൾ കൊതിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ മുൻഗാമികൾ മരിക്കുന്ന ആ മരണത്തിന്റെ രംഗമടക്കം നമുക്കതൊരു വലിയൊരു മാതൃകയുണ്ട്. ആ വിഷയം നമുക്ക് സൂചിപ്പിക്കാം. വക്കാന സുബൈർ അദ്ദേഹം പറയുന്നുണ്ട്, ഇദാ ഹളറ റമളാൻ അഹ്ളറ അൽ മുസ്ഹഫ വജമഅ ഇലൈഹി അസ്ഹാബു. റമളാൻ ആയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പരിപാടി ഖുർആൻ കൊണ്ടുവരികയും അതിന്റെ അനുയായികളെ അദ്ദേഹം ക്ഷണിക്കും, അതിന് കൂട്ടിച്ചേർക്കും, അവിടെ ദർസ് നടത്തുന്നതാണ്. റമളാനായോ ഖുർആൻ എടുക്കും, അതിന് താല്പര്യമുള്ള ആളുകളെ മുഴുവൻ ക്ഷണിക്കുകയും അവർക്ക് വേണ്ടി പഠിപ്പിക്കുകയും അങ്ങനെ രസകരമായി ഖുർആനിന്റെ ഒരു മാസമായി ശഹ്റു റമളാൻ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ എന്ന് നമുക്ക് ഹിഫ്ളുള്ള ആയത്താണത്. നമ്മുടെ തലച്ചോറിലുണ്ട് ഖുർആൻ ഇറങ്ങിയ മാസമാണ്. പിന്നെ എവിടെ സലഫു സ്വാലിഹീങ്ങൾ ഖുർആനെ കണ്ട സമീപനം, നാം ആ ഖുർആനെ കണ്ട സമീപനം? ഇവിടെയാണ് ഒരു വ്യത്യാസം വരുന്നത്. അവരിലേക്ക് എത്തിച്ചേരാൻ മത്സരിക്കുക. ഒരു രാത്രി കൊണ്ടും 2 രാത്രി കൊണ്ടൊക്കെ അവരിത് തീർക്കുന്നു. ഇത് ഇന്ന് കേൾക്കുമ്പോഴേക്ക് നമുക്ക് വല്ലാത്ത വേജാറും നമുക്ക് തലവേദന വരുന്നു. ഇതൊക്കെ നടക്കുന്നതൊക്കെ ബഡായി ആവും, ഇതൊക്കെ വെറുതെ പറയാവും. ഇങ്ങനൊരു ചിന്താഗതി മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരെ സലഫു സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകളെ സംബന്ധിക്കുന്ന ഒരു ചിന്ത പോലും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. കാരണം യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന, അവർ ഇത്തരം കാര്യങ്ങൾ മുഴുവൻ ചെയ്തത് അള്ളാഹിന്റെ തൃപ്തിക്കും വേണ്ടി മാത്രമായിരുന്നു. നമ്മൾ ചെയ്യുന്നത് മറ്റുള്ള ആളുകളെ കാണിക്കുവാനും വേണ്ടി കടന്നു വരുമ്പോൾ ആ അമലുകൾ പലപ്പോഴും കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് പരിഹരിക്കാനുള്ള മാർഗം നമ്മൾ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. വഖാന വാലിദ് ഇബ്നു അബ്ദുൽ മലിക് يختم في كل 3 وختم في رمضان 17 ختما. ഇദ്ദേഹം 3 ദിവസം കൂടുമ്പോൾ ഖത്തം തീർക്കും. 3 ദിവസം കൂടുമ്പോൾ ഖത്തം തീർക്കും. മാത്രമല്ല റമദാനിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 17 വട്ടമെങ്കിലും ഖത്തം തീർക്കുന്നതാണ്. 17 വട്ടമാണ് അബ്ദുൽ മലിക് എന്ന് പറയുന്ന അദ്ദേഹം ഖത്തം തീർക്കാറുള്ളത്. ഒരു റമദാനിൽ 30 നോമ്പിൽ 17 വട്ടം ഖത്തം തീർക്കണമെങ്കിൽ അതിന് എത്രമാത്രം സമയം അവർ കണ്ടെത്തിയിട്ടുണ്ടാവും, എത്രമാത്രം റമദാനിൽ അവർ ഉറങ്ങിയിട്ടുണ്ടാവും, എത്രമാത്രം മറ്റുള്ള ഏർപ്പാടുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും. ഇനി വരുന്ന റമദാനിൽ നമുക്ക് അങ്ങനെ നിബന്ധന നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ട രീതി, ഞാൻ ഇൻഷാ അല്ലാഹ് ഈ രൂപത്തിലേക്കൊക്കെ മാറും, ഖുർആൻ റമദാനിന് വരുമ്പോഴേക്കും ഞാൻ ഈ രൂപത്തിലേക്ക് മാറും എന്നൊരു ചിന്താഗതിയോ എന്നൊരു മാനസിക അവസ്ഥയുമാണ് എല്ലായ്പ്പോഴും ഉണ്ടാവേണ്ടത്. അതാണ് നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന മാതൃക എന്നുള്ളതാണ്. ഇത് കണ്ടാണ് പിന്നീട് വന്ന തലമുറ നമ്മുടെ വാപ്പയും മക്കളൊക്കെ വാപ്പ ചെയ്യുമ്പോൾ അത് മക്കൾ ചെയ്യുള്ളൂ, ഉമ്മ ചെയ്യുമ്പോൾ അത് മക്കൾ ചെയ്യുള്ളൂ. ഇന്ന് പലപ്പോഴുമുള്ള സംഗതി റമദാനായി കഴിഞ്ഞാൽ ഓത് വാപ്പ ഇവിടുന്ന് കൽപ്പിക്കും, ഉമ്മ അവിടുന്ന് കൽപ്പിക്കും, ഓത് മക്കളോട് ഇങ്ങനെ പറയും. ഇത് മക്കൾ കാണുന്നില്ല. മക്കളോട് കൽപ്പിക്കാൻ മക്കൾ സ്വാഭാവിക ചിന്താഗതി നമ്മളെ പ്രായത്തിൽ എന്താ വാപ്പാക്ക് എന്തും പറയാലോ, നമ്മളല്ലേ ബുദ്ധിമുട്ടണേ. ഒരു പേജ് പോലും ഓതുന്ന മക്കളെ മുന്നിൽ വെച്ച് ഒരു പേജ് പോലും ഓതുന്നത് കാണൂല. വാപ്പ പള്ളിക്കൊന്നും ഓതുണ്ടാവേക്കാം, പക്ഷെ മക്കളെ മുന്നിലിട്ട് മക്കൾ മുന്നിലുണ്ടാകുന്ന സമയത്ത് ഒരു പേജ് പോലും ഓതുന്നത് മക്കൾ കാണുന്നില്ല. പക്ഷെ മക്കൾ കാണുന്ന മുഴുവൻ കൽപ്പന എങ്ങനെ ഒച്ചടല്. ഈ ഒച്ചകൊണ്ട് ഒരിക്കലും മക്കൾ ഇതിലേക്ക് തിരിച്ചില്ല. വാപ്പ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മക്കളത് ചെയ്യുന്നുള്ളതാണ്. ഇല്ലേ, ആ കൽപ്പന കൊണ്ട് വലിയൊരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ മുന്നിൽ നിന്നുകൊണ്ട് ഇത് കാണിച്ചു കൊടുക്കുക, അപ്പൊ അവര് കൂടെ പിടിക്കുമെന്നുള്ളതാണ്. ഈ ഒരു അവസ്ഥ ചെറുപ്പത്തിലെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ മർമ്മപ്രധാനമായ ഒരു സംഗതിയാണ്. മറ്റൊന്ന്, ഈ റമദാനിനെ കടന്നു വരുമ്പോൾ വക്കാല അബു അവാന അദ്ദേഹത്തിന്റെ ഒക്കെ ദറസുകൾ കാണാൻ സാധിക്കും. ഏകദേശം ഖുർആൻ ഫി റമദാൻ, അദ്ദേഹം ഒക്കെ ഖുർആന് കൃത്യമായി പഠിപ്പിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കും. ഈ റമദാൻ മാസം എന്ന് പറയുന്നത് അതിൽ ഖുർആൻ പഠിക്കാനുള്ള മാസം. ഖുർആനിന് വേണ്ടി ഒഴിഞ്ഞിരിക്കാം. അപ്പൊ ജോലി ഉണ്ടാവില്ല, ഉണ്ടാവും. തിരക്കുണ്ടാവില്ല, ഉണ്ടാവും.
ഇതൊക്കെ നമ്മൾ പരാതി, ജോലിയും തിരക്കും കുടുംബവും സമ്പത്തും, നേരത്തെ പറഞ്ഞത്, ഇതൊക്കെ നമുക്ക് പ്രയാസമുള്ളത്, പ്രതിസന്ധി ഉള്ളത്. ഇതിൽ നിന്നൊക്കെ മാറി ഇതിനു വേണ്ടി സമയം കണ്ടെത്തുക, ഇതിനു വേണ്ടി ചെലവഴിക്കുക, അതിനു വേണ്ടി ഒരു മാസം. നിങ്ങൾ ആഴ്ച 11 മാസം ഹറാമർപ്പ് ചെയ്ത ആളുകൾ മുഴുവൻ പൊരുത്തപ്പെടാനുള്ള ഒരു അവസരം ഈ റമദാൻ മാസം അല്ല നമുക്ക് നൽകിയിട്ടില്ലെങ്കിലോ കഴിഞ്ഞ അവസ്ഥ. ഒരു റമദാൻ, ഒരു കവി പറയുന്നുണ്ട്, റമദാനിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്നത് പോലെ ബാക്കി 11 മാസം ജീവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സുന്ദരമായി സ്വർഗത്തിൽ പെരുന്നാൾ വരുമ്പോൾ ആഘോഷിക്കുന്നത് പോലെ മരണം വരുമ്പോൾ കവറ് കാണുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷിക്കാം എന്നുള്ളതാണ്. എത്രമാത്രം ശ്രദ്ധേയമായ വരിയാണത്. റമദാൻ മാസത്തിൽ 30 ദിവസം ശ്രദ്ധിക്കുന്നത് പോലെ 11 മാസം അദ്ദേഹം ജീവിക്കുന്നു. പെരുന്നാൾ വരുമ്പോൾ അദ്ദേഹം സന്തോഷിക്കുന്നത് പോലെ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷിക്കാം, അല്ലേ? റമദാനായ എല്ലാവരും മാറും. അല്ലാതെ അതുവരെ പറഞ്ഞത് പറയല്ലേ, അത് റമദാൻ മാസം അത് കാണല്ലേ, അതുവരെ TV കണ്ട ഒക്കെ മൂടിയിടും. റമദാൻ കറുത്ത മുണ്ടകളൊക്കെ മൂടും. അത് ഹറാമാണ്, ഒക്കെ ഹറാമായി. പിന്നെ അത് വായിക്കാൻ പൊത്ത് കാണിക്കൽ, എന്നെ കാണിക്കൽ, ഉമ്മാരൊക്കെ അധികം കാണിക്കൽ ഹറാമാണ്. റമദാൻ മാസം കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞാൽ 6 കഴിഞ്ഞാലാ മോളെ കൊണ്ടേ നമുക്ക് രണ്ടൊക്കെ ഒപ്പം. അപ്പൊ റമദാൻ 11 മാസത്തിൽ ഹലാല് റമദാൻ മാറുമ്പോൾ മാത്രം ഹറാമ്. ഇങ്ങനൊരു വിധി ഉണ്ടാവും. ഈ റമദാൻ മാസത്തിൽ ഹറാമായ സംഗതികൾ തന്നെയല്ലേ ബാക്കിയുള്ള 11 മാസത്തിൽ ഹറാമുള്ളത്, തീറ്റയും കൂടി ഒഴിച്ചാല്, അല്ലേ? യഥാർത്ഥത്തിൽ അത്ര വ്യത്യാസം. പക്ഷേ നമ്മുടെ ധാരണയിലേക്ക് കടന്നൊരു റമദാൻ വരുമ്പോൾ ഇനി അടുത്ത റമദാൻ ആവട്ടെ, ഇനി ഏതായാലും റമദാൻ വരണ്ട, അതുവരെ കുറച്ചും കൂടി ഉണ്ട് പോട്ടെ, അല്ലേ? ഏതായാലും ഇനിയിപ്പോൾ റമദാൻ വരണ്ട, അപ്പം ഇനി കുറച്ച് ഇതും കൂടി ആ റമദാനായ പിന്നെ ഒന്നിനും പറ്റില്ല മളെ. ഇതൊക്കെ എന്താ ചെയ്യും, എപ്പിസോഡൊക്കെ കഴിഞ്ഞ് വേണം പറ്റുന്നോടത്തോളം മുന്നേ പിടിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര പ്രയാസവും. ഈ റമദാൻ വരുമ്പോൾ മാത്രം അതിനൊരു പ്രത്യേകമായിട്ട് റമദാനിൻ്റെ ആളുകളായിട്ട് മാറുന്നു, അല്ലേ? റമദാനിസമായി മാറുമെന്ന് പറയില്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളെ മക്കൾക്ക് ഭാഗി കൊടുക്കേണ്ട വിത്ത് എന്നുള്ളത് റമദാനിലേക്ക് മുന്നേ വരുമ്പോൾ അതിന് പ്രത്യേകമായ അമൽ ചെയ്യാനും പ്രത്യേകമായ ശ്രദ്ധ ചെലുത്താനൊക്കെ അത് അനിവാര്യം തന്നെയാണ്. പക്ഷെ അതിൽ ഹറാമായി തന്നെയാണ് ബാക്കിയുള്ള മാസത്തിൽ ഹറാമ്. അപ്പോൾ ആ ഒരു ജീവിതം കൊണ്ട് റമദാൻ ഇത്രമാത്രം 15 റമദാൻ 20 റമദാനൊക്കെ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടും അതുവരെ ഉണ്ടായിരുന്ന തിന്മ നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അതുവരെ ഉണ്ടായിരുന്ന തിന്മ നമുക്ക് കത്തം തീർക്കാൻ മത്സരിച്ചിട്ട് മാറ്റാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ റമദാൻ വരുന്നത് അതുകൊണ്ട് ഇപ്പം എന്താ മെച്ചമുണ്ടാവുക? എല്ലാ റമദാനിലും തീരുമാനം എടുക്കും, മാറും. ഇത്രയൊക്കെ റമദാന്റെ ജീവിതത്തിന് പോയി. പക്ഷെ ഞാൻ അന്ന് തുടങ്ങിയ ആ തിന്മ, അന്നത്തെ ആ മ്ലേച്ഛത ഇപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇനി വരുന്ന റമദാൻ നമ്മൾ തീരുമാനമൊക്കെ എടുക്കും, ഇനിയിപ്പോൾ അടുത്തതാവട്ടെ, ഏതായാലും ഇപ്പോൾ ഇത് വൈക്കെത്തി. പല ആളുകളും ഹജ്ജ് ചെയ്യാൻ പറയുമ്പോൾ ഹജ്ജ് ചെയ്യാൻ പോകില്ല, കുറച്ചുകൂടെ അങ്ങനെ കഴിയട്ടെ എന്നാണ്. അതുവരെയും കുറച്ചും കൂടി കുറ്റക്കേട് ചെയ്യാണ്ടെന്ന് അർത്ഥം, അല്ലേ? അപ്പോൾ അതൊക്കെ ആരോഗ്യമുള്ള സമയത്താണ് ചെയ്യേണ്ടത്. നമ്മൾ ആരാധന കർമ്മങ്ങൾ മുഴുവൻ ആരോഗ്യമുള്ള സമയത്താണ് ചെയ്യേണ്ടത്. സ്വഹാബികൾ അങ്ങനെയാണ്. സഅദ് റളിയല്ലാഹു അൻഹു 5 വർഷമാണ് ജീവിച്ചുള്ളൂ, പക്ഷെ 5 നൂറ്റാണ്ടിന്റെ പ്രവർത്തനം പ്രവർത്തിച്ചു. അദ്ദേഹമാണ് മരണപ്പെട്ട സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അർശ് കുലുങ്ങിയതും മലക്കുകൾ വന്ന് അദ്ദേഹത്തിന്റെ ജനാസ കുളിപ്പിച്ചതും ആലോചിച്ച് നമ്മുടെ മുൻഗാമികളാണ്. ആ സ്വഹാബിമാര് 5 വർഷം 5 നൂറ്റാണ്ടിന്റെ പ്രവർത്തനം അവർ പ്രവർത്തിച്ചു. നമുക്ക് ആയുസ് കിട്ടിയിട്ടുണ്ട്, അവസരം കിട്ടിയിട്ടുണ്ട്. ഇനി വരുന്നൊരു അവസരത്തിൽ തീരുമാനം എടുക്കാൻ പറ്റും. റബ്ബേ, ഈ സലഫ് സ്വാലിഹീങ്ങൾ സ്വീകരിച്ച നിലപാടുകൾ അത് ഞാൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലേക്ക്, പല നാടുകളിലും ഒരുപാട് മാമൂലുകൾ ഉണ്ടാവും. എന്തിന് മാമൂലുകൾ ഉണ്ടാവും? ഈ മാമൂലുകളൊക്കെ നിർത്താനുള്ള ഒരു മാസം യഥാർത്ഥത്തിൽ റമദാൻ മാസം. അതിലൂടെ തുടങ്ങിയാൽ പിന്നീട് നിർത്തണം. കൂടുതൽ ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നൊരവസ്ഥയാണ് പലപ്പോഴും റമദാനിൽ നമ്മൾ കാണാറ്. പക്ഷെ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ഒരു പ്രയാസമില്ല, അതിനു വേണ്ടി ഇരിക്കരുത് എന്നുള്ളതാണ്. റമദാൻ കടന്നു വരുന്നതോടുകൂടി ഖുർആൻ പഠിക്കാൻ വേണ്ടി സലഫു സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകൾ അവരൊക്കെ പറയുന്നുണ്ട്. മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാഹ്, കാന ഷാഫിഈയു യഖ്തമുൽ ഖുർആന ഫി ശഹ്രി റമദാന 60 ഖത്മ. റമദാൻ മാസമാകുമ്പോൾ ഷാഫി റഹിമഹുല്ലാഹ് 60 തവണയാണ് അദ്ദേഹത്തിന്റെ ഖത്തം തീർക്കാറുള്ളതാണ്. 60 തവണ ഖത്തം തീർക്കുന്നു. റമദാൻ മാസത്തിൽ നോമ്പ് തുറ വെക്കുമ്പോഴേക്ക് അന്ന് മഗ്രിബ് നമസ്കാരമില്ല, അന്നത്തെ ഇശാവും ഇല്ല, അന്നത്തെ അസറും പോയിണ്ടാവും. പ്രത്യേകിച്ച് ഉമ്മമാർ മുന്നിരിക്കുന്നത് തന്നെ പണി ചെയ്യുന്നുണ്ട്. നമ്മൾ അടക്കളയിൽ ഒരുപാട് ഓട്ടപ്രദർശനം നടത്തുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ നമസ്കാരവും നമ്മുടെ ഇബാദത്തും നമ്മുടെ ദിക്റും നമ്മുടെ ഖുർആൻ പാരായണവും ഉപ്പമാര് മുന്നിലിരിക്കുന്നത് കൊണ്ട് തന്നെ
നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഇണകൾക്കുള്ള അവർക്കും ദിക്ർ ചെല്ലുവാനുള്ള സമയം, അവർക്ക് ഇബാദത്ത് ചെയ്യാൻ, അവർക്ക് ഖുർആൻ ഓതാനുള്ള സമയം അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം, സഹായിക്കേണ്ടി വരും. പറഞ്ഞു തരുന്ന വിഷയത്തിലുള്ള കുടുംബത്തിന്റെ വിഷയത്തിൽ ഒരു റമദാൻ കടന്നു വരുമ്പോഴേക്ക് സ്ത്രീകൾ മുഴുവൻ പണിയെടുക്കലും, നമ്മൾ ഇങ്ങനെ ഒരു ഭാഗത്ത് നമ്മൾ ഖുർആൻ പിടിച്ചിരിക്കലും, നമ്മൾ ഈ ക്ലാസ്സിന് പോലും ഓർക്കൊരു ക്ലാസ്സിന് വരാൻ പറ്റാത്ത ഈ ഒരു സാഹചര്യം ഉണ്ടാവരുത്. എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കൂടെ കൂടി കൊടുക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ അങ്ങനെയൊന്നും കൊണ്ടു നടന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മേലിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചാരി ഇരിക്കുന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചാരി ഇരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അത് ആസ്വദിക്കുന്നുള്ളതാണ്. ഇങ്ങനെ ജീവിതം. അടക്കളയിലാണെങ്കിൽ അവർ ഒരുമിച്ച്, പ്രയാസം ഉണ്ടാകുമ്പോൾ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ നിന്ന്. ഇന്ന് പലപ്പോഴും ആ ചിന്താഗതിയൊക്കെ മാറി. ഞാനിപ്പോൾ അടക്കളയിലൊക്കെ ചെന്നപ്പോൾ ഇങ്ങനെ ഒന്നുമില്ലെങ്കിലും ഒന്ന് കൂടിക്കൊടുക്കുക. കാരണം പ്രത്യേകിച്ച് റമദാനിലൊക്കെ അവർക്ക് ഇബാദത്ത് ചെയ്യണ്ടേ, അവർക്ക് ഖുർആൻ പാരായണം ചെയ്യണ്ടേ. അപ്പം അതിനുള്ള അവസരം നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെയാണ് നമ്മുടെ മുൻഗാമികളെല്ലാം അത്തരം അവസ്ഥയാണ് അവർ കണ്ടിരുന്നത്. പിന്നെ റമദാനിനെ അവർ സ്വീകരിച്ചിരുന്നത്, ആ സെലഫുകൾ പിന്നെ റമദാനെ സ്വീകരിച്ച മറ്റൊരു മാർഗം റമദാന മദ്റസതൻ, റമദാൻ വന്ന അവർ അതൊരു മദ്രസ ആക്കി എന്നുള്ളതാണ്. ഖുർആൻ പഠിക്കാനുള്ള ഒരു പാഠശാലയാക്കി മാറ്റും അവര്. ഏതൊക്കെ രൂപത്തിൽ? തിലാവത്തൻ, ഖുർആന്റെ പാരായണത്തോടു കൂടി പാരായണമുണ്ട്. വസ്തിമാഅൻ, അവർ കേൾക്കും, ഖുർആൻ ധാരാളം കേൾക്കും. റമദാനിലൊക്കെ അല്ലേ ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ 2 പേജ് അധികം ഓതുമ്പോത്തിന് ഇമാമിന് സിഗ്നൽ കൊടുക്കും, ഒന്ന് സുജൂദ് ഒന്ന് കൂടിയ അല്ലേ. നമ്മുടെ പലപ്പോഴും നാട്ടിലുള്ള സമ്പ്രദായമാണ് പറയുന്നത്. 2 പേജ് കൂടുമ്പോഴേക്കും ഖുർആൻ കേൾക്കാം. ഖുർആൻ കേട്ട ആർക്കാ ഹാലിളകുക? ആലോചിച്ചാൽ മതി അല്ലേ. സ്വാലിഹായ ശൈത്താനി ഖുർആൻ കേൾക്കുക. ഒന്നും ഈ റമദാനിലെ 2-3 പേജ് ഒന്ന് നിന്ന് കേൾക്കുക. ഏതായാലും വരെ കേൾക്കൂല. ബാക്കി 11 മാസം കേൾക്കണില്ല. ഈ റമദാനിൽ വന്ന് ഇമാമിന്റെ പിന്നിൽ നിൽക്കുമ്പോൾ ഇമാം ഓതുമ്പോൾ അതേ കേൾക്കാനുള്ള സംവിധാനം, ഏതായാലും ഓതണില്ലെങ്കിൽ കേൾക്കാന് ആ കേൾവി പോലും അതിന് പോലും ചിലർക്ക് സമ്മതം ഉണ്ടാവില്ല. കുറച്ച് ഓതുമ്പോഴേക്കും പ്രയാസം ഉണ്ടാവും, കാലുവേദന ഉണ്ടാവും, മുട്ടുവേദന ഉണ്ടാവും, പ്രതിസന്ധിയൊക്കെ അല്പം ഉണ്ടാവും. അതൊന്നും ഇല്ലാത്തവരുണ്ടാവില്ല. അതൊക്കെ സഹിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായുള്ള ജീർണതകളും തിന്മകളും അതൊക്കെ അതിലൂടെ പുറത്തു പോകുന്നുണ്ട്. അതെല്ലാം വായിക്കപ്പെടുന്നുണ്ട്. അള്ളാഹ്ക്ക് എന്തൊരു ഇഷ്ടം തന്നെ തൻ്റെ ആ ഖുർആനിൻ്റെ അള്ളാഹുവിൻ്റെ കലാമുകൾ, അള്ളാഹു നമ്മോട് പറയുന്ന ചില വാചകങ്ങളാണ്, അള്ളാഹു നമ്മോട് ചൊല്ലിത്തരുന്ന വാചകങ്ങൾ. എൻ്റെ അടിമകൾ അറിയേണ്ടത് അതിങ്ങനെ കേട്ട് നിൽക്കുക എന്നുള്ളത്, മനസ്സിലായത് ഇങ്ങനെ കേട്ടേട് നിൽക്കാം. അതിനുള്ളൊരു ക്ഷമകൾ നമുക്ക് വേണ്ടേ. അപ്പം അതിനുള്ളൊരു മാസമായി ഒരുങ്ങാൻ ഇവിടെ പള്ളികളൊക്കെ അങ്ങനെ മാറേണ്ടതുണ്ട്. അതാണ് ആ ഒരു എല്ലാ രീതിയും. അതേപോലെ ഫഹമൻ, അവർ ഗ്രഹിക്കാൻ ശ്രമിക്കും. ഒരായത്ത് എടുത്താൽ മതി. റമദാനിൽ 30 ആയത്ത് 30 ദിവസം കൊണ്ട് 30 ആയത്ത് നമുക്ക് കൃത്യമായി പഠിച്ചൂടെ? അതിനുള്ള അവസരം അവരുണ്ടാവേണ്ടേ. ഒരായത്ത് പഠിച്ച ആ ആയത്ത് അവർ അമലും ചെയ്യുന്നുള്ളതാണ്. ഇന്നൊരായത്ത് പഠിക്കുന്നു, ആ ആയത്തയുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും, എന്നിട്ട് അടുത്ത ആയത്ത് പഠിക്കുക. ഖുതുബകളിൽ നമ്മൾ എത്ര ആയത്ത് കേൾക്കാറുണ്ട്? ക്ലാസ്സുകൾ എത്ര ആയത്ത് കേൾക്കാറുണ്ട്? റമദാനിലെ ഫുള്ളായത്താ. ഇത്രയും ആയത്തുകൾ കേട്ടിട്ട് എന്തേ ആയത്തിൻ്റെ ഒരു അംശം പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത്? നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ഈ ആയത്തൊക്കെ അറിയാലോ, ഈ ഹദീസൊക്കെ അറിയാലോ, ഇതിൻ്റെ ആശയം എനിക്കറിയാലോ, എല്ലാം നമുക്കറിയാം. പക്ഷെ അറിവിൻ്റെ പ്രതിഫലനം എവിടെ? കർമ്മങ്ങളിലേക്ക് വരുമ്പോൾ, ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കേട്ടുണ്ട്, പഠിച്ചിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷെ പ്രവർത്തനത്തിലേക്ക് വരുന്നില്ല. ഇവിടെയാണ് സലഫു സ്വാലിഹ്യങ്ങളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ഇവർ കേൾക്കുകയും അത് മനസ്സിലാക്കുകയും പാരായണം ചെയ്യുകയും ജീവിതത്തിൽ അമലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അതാണ് ഒന്നാമതായി അവിടെ ഏറ്റവും ജ്വലിച്ചു നിൽക്കുന്ന പ്രകാശമാണെന്നുള്ളത്. ആ പ്രകാശം നമ്മളിലേക്ക് പ്രകാശിപ്പിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ പലപ്പോഴും കടന്നു വരേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. മറ്റൊരു വശം എന്നത് ഇവരൊക്കെ സ്വീകരിക്കുന്നത് കാനു യദുഉല്ലാഹ, അവരെ യദുഊനല്ലാഹ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. റമദാനിലേക്ക് കടന്നു വരുമ്പോൾ അവർ പ്രാർത്ഥിക്കും. 6 അശ്ഹുരിൻ, 6 മാസം അവർ പ്രാർത്ഥിക്കും. അവർ ആ റമദാനിലേക്ക് എത്തിക്കുവാനും ആ റമദാനിൽ അവർ ചെയ്തു പോയിട്ടുള്ള സൽക്കർമ്മങ്ങൾ മുഴുവൻ അവർക്കിലേക്ക് എത്തുവാനും വേണ്ടിയിട്ട്, ആ റമദാനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 6 മാസം അവർ പ്രാർത്ഥിക്കുന്നതാണ്. പിന്നീട് അവർ ചെയ്യുന്നത് പിന്നത്തെ 6 മാസം, റമദാൻ കഴിഞ്ഞ പിന്നെ 6 മാസം അവർക്ക് ചെയ്യാതെ അനിയ ചക്കബ്ബലഹു മിൻഹു, അബ്ബേ 6 മാസം ഞങ്ങൾ ഈ റമദാനിൽ ചെയ്തത് സ്വീകരിക്കണം റഹ്മാനെ,
ഈ 6 മാസം പിന്നെ അവർക്ക് അതാ പണി. ആ മാസം കഴിഞ്ഞാൽ വീണ്ടും അവർക്കുള്ള പണി എന്ന് പറയുന്നത് അവരിങ്ങനെ പ്രാർത്ഥിക്കണം, റബ്ബേ വലിയ റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ. അല്ല, അതിന് വലിയൊരു ഭാഗ്യം വേണ്ടേ? കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പം ഇരുന്നവർ, നമ്മോടൊപ്പം ഒരേ സഫിൽ നിന്ന് നമസ്കരിച്ചവർ, നമ്മോടൊപ്പം യാത്ര ചെയ്തവർ, നമ്മോടൊപ്പം നോമ്പ് തുറന്നവർ, ഇന്നത്തെ റമദാനിൽ അവർ നമ്മുടെ കൂടെ ഇല്ല. പലരെയും കബറിടത്തിന് മുന്നിലൂടെ നടന്നു വരുമ്പോൾ കഴിഞ്ഞ റമദാനിൽ കണ്ടവനാ അടുത്ത റമദാനിൽ നന്നാവാന്ന് തീരുമാനിച്ചതാ. ഒപ്പം യാത്ര ചെയ്തവർ, ഒപ്പം ഒരേ ഭാഗത്ത് നിന്ന് ഭക്ഷണം കഴിച്ചവർ, അവരുടെ കബറിന്റെ അരികിലൂടെ നടന്നു വരുമ്പോ ഈ വരുന്ന റമദാനിൽ നന്നാവാ എന്ന് ഉദ്ദേശിച്ച അവളാണ് ഈ കിടക്കുന്നത് കബറിൽ. അപ്പൊ റമദാനിലേക്ക് എത്തുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തൗഫീഖാ. ആ റമദാനിലേക്ക് എത്തുവാനുള്ള ഒരു പ്രാർത്ഥന, ഒരു തേട്ടം. കാരണം റമദാൻ വലിയൊരു അവസരമാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാപങ്ങൾ പൊറുക്കാനുള്ള ഒരു അവസരം. ആ അവസരം ഞങ്ങൾക്ക് തരണമെന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു 6 മാസക്കാലം സ്വഹാബത്തുകൾ ചെയ്യുന്നത്, ആ സലഫു സ്വാലിഹീങ്ങൾ ചെയ്തിരുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആ പ്രാർത്ഥനകൾ കൊണ്ടുവരണമെന്നുള്ളത് അത്യാവശ്യമായ സംഗതിയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഖുർആനൊക്കെ അല്പനേരം ഇരിക്കുമ്പോഴേക്ക് ഉറക്കം വരുന്നു, ക്ഷീണം വരുന്നു? അൽ ഖുർആൻ ഹുജ്ജത്തുലക ഔ അലൈക. ഖുർആൻ നമുക്ക് സാക്ഷിയാണ്, അല്ലെങ്കിൽ നമുക്കെതിരെ സാക്ഷിയാണ്. പലപ്പോഴും നമുക്ക് സമയമില്ല, തിരക്കാണ്, ജോലിയാണ്, ഇങ്ങനെ പലതുമാണ് നമ്മൾ ന്യായം പറയുന്നതെങ്കിൽ ഇവരൊറ്റ പോയിന്റ് ചിന്തിച്ചാൽ മതി. ഇന്ന് രാത്രി നമ്മൾ കിടന്നുറങ്ങുന്നു, ഏകദേശം 2 മണി 3 മണി പാതിര സമയത്ത് നമ്മുടെ മക്കൾക്ക്, സ്വന്തം മകനോ മകൾക്കോ ഒരു നെഞ്ചുവേദന വരുന്നു. ആ നെഞ്ചുവേദന വരുന്നതോട് കൂടിയിട്ട് നമ്മുടെ വീട്ടിൽ വാഹനം അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരും, അതിന് സംവിധാനം നമ്മൾ ഉണ്ടാക്കും, നമുക്ക് വേണ്ടി എല്ലാവിധ ആളുകളിലേക്കും നമ്മൾ എത്തിക്കും. ആ സ്വന്തം മകന് നെഞ്ചുവേദന വന്നാലോ മകൾക്ക് നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഉറക്കമോ തടസ്സമായിട്ടില്ല. 2 മണിക്കോ 3 മണിക്കോ നീക്കി നമുക്ക് പ്രയാസമായി തോന്നിയിട്ടില്ല. ആ മോനോട് നെഞ്ചുവേദന കിടക്കട്ടെ, ഞാൻ കുറച്ചു നേരം കൂടി കിടക്കട്ടെ, ഇത് നമുക്ക് തോന്നിയിട്ടില്ല. വാഹനം ഇല്ലാത്തതൊന്ന് വാഹനം എത്തിക്കും, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു, ICUയിലേക്ക് കയറ്റുന്നു. ICUയുടെ മുന്നിൽ നിൽക്കുന്നത് നിൽപ്പുണ്ട്. ICUയുടെ മുന്നിൽ നിന്ന് അവിടെ അടുത്തുള്ള ഒരു പള്ളിയിലേക്ക് നമ്മൾ പോകും. ആ അടുത്തുള്ള പള്ളിയിലേക്ക് ചെന്ന് അവിടെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാനുള്ള സംവിധാനം ഒരുക്കും. ഇപ്പൊ അള്ളാഹിനോടൊന്ന് തേടും, പടച്ചോനെ വിടല്ലേ, എൻ്റെ ആകെ ഒരു സന്തതിയാണ്, എന്നെ നോക്കാനുള്ളതാണ്, എൻ്റെ സ്വപ്നമാണത്, റബ്ബേ കൈവിടല്ല അല്ലാ എന്ന് ICUവിന്റെ പുറത്ത് നിന്ന് ഒരു ഉപ്പ തേടുമ്പോ ആ രാത്രി 2 മണി 3 മണി അവന് സമയം. പിന്നീട് പിറ്റേ ദിവസത്തെ ജോലിയെ തിരക്ക് ഒന്നും ചിന്തയില്ല, ജോലിക്ക് പോകണമെന്നും മറ്റുള്ള ചിന്താഗതിയൊന്നും ആ ICUയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു പിതാവിന്, ഒരു ഉമ്മാക്ക് മറ്റൊരു ചിന്ത ഉണ്ടാവില്ല. മുഴുവൻ എൻ്റെ മകൾ, എൻ്റെ മകൻ, അവന്റെ രോഗം, അവന്റെ ICU, അവന്റെ വെന്റിലേറ്റർ, അവന്റെ മരുന്ന് എന്ന കരങ്ങൾ ഉയർത്തിയുള്ള തേട്ടമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നൊരു അനുഗ്രഹമായ മക്കള്, ആ മക്കൾക്കൊരു പ്രയാസം വന്നപ്പോഴാ റബ്ബിലേക്ക് നമ്മൾ തിരിഞ്ഞത്. അതുവരെ അനുഗ്രഹമായ മക്കളെയും മറ്റുള്ള സംവിധാനങ്ങളെയും തന്ന റബ്ബിലേക്ക് അടുക്കുവാൻ നമുക്കൊരു കാരണം വരേണ്ടി വന്നു. അൽ ഖുർആൻ ഹുജ്ജത്തുലക ഔ അലൈക. ഖുർആൻ റമദാൻ മാസം കഴിഞ്ഞിട്ട് എത്ര വട്ടം ആ ഖുർആൻ നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ട്. റമദാൻ കാണിച്ചൊരു ധൃതി ഉണ്ടല്ലോ, ഖത്തം തീർക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ, ആ സംവിധാനം ഇന്ന് എത്ര ആളുകൾ റമദാനിന് ശേഷം ഹിഫ്ളാക്കാൻ ശ്രമിച്ചു, പഠിക്കാൻ ശ്രമിച്ചു, ഓതി ഖിറാഅത്ത് ചെയ്തിട്ടുണ്ട്. ആലോചിച്ചാൽ മതി. പൊടി പിടിച്ച് കിടക്കുകയാണോ? പൊടി പിടിച്ച് ശിഥിലമായി കിടക്കുന്ന അവസ്ഥയാണോ ഖുർആൻ നമ്മുടെ വീട്ടിലുള്ളത്? എല്ലാവരുടെയും വീട്ടിൽ നല്ല മുഞ്ചുള്ള ഖുർആൻ ഉണ്ട്, ഷോക്കേസിൽ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ആ റമദാനിന് ശേഷം എത്ര നേരം ഒന്ന് ഇരിക്കാറുണ്ട് അതിന്? ആലോചിച്ച് നോക്കിയാൽ മതി. സലഫു സ്വാലിഹീങ്ങളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ ഖുർആനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. പ്രവാചകൻ വിശദീകരിക്കുന്നു, മസലുൽ മുഅ്മിൻ ലദി യഖറഉൽ ഖുർആന കമസലിൽ ഉത്റുജ. ഖുർആൻ ഓതുന്നൊരു വിശ്വാസി, ഖുർആൻ ഓതുന്നൊരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അത് മധുര നാരങ്ങ പോലെയാണ്. നല്ല വാസനയായിരിക്കും, നല്ല സുഗന്ധമായിരിക്കും അദ്ദേഹത്തിന് അടുക്കുള്ള ആളുകൾക്കൊക്കെ. വായിൽ വെച്ച് കഴിഞ്ഞാലോ നല്ല മധുരവുമായിരിക്കും. മറ്റൊന്ന് പറയുന്നു, മസലുൽ മുഅ്മിൻ ലദി ലാ യഖറഉൽ ഖുർആന. ഖുർആൻ ഓതാത്തൊരു വിശ്വാസിയാണെങ്കിലോ കമസലി തംറ, അവൻ കാരക്ക പോലെയാണ്. ആ കാരക്കോ ലാരിയലക, മണൊന്നും ഉണ്ടാവൂല, പക്ഷെ വായിൽ വെച്ച് കഴിഞ്ഞൊരു മധുരമൊക്കെ ഉണ്ടാവും. അതാണ് ഖുർആൻ ഓതാത്തൊരു വിശ്വാസി. അപ്പോഴോ മറ്റൊരു വിശദീകരണം, മസലുൽ മുനാഫിഖ് ലദി യഖറഉൽ ഖുർആന. കപട വിശ്വാസിയായ മുനാഫിക്കായ ഒരു മനുഷ്യൻ ഖുർആൻ ഓതാത്തവനാണെങ്കിൽ കമസല, അവനെ സംബന്ധിച്ച് ഖുർആൻ ഓതുന്നവനാണെങ്കിൽ അവന് റൈഹാന പോലെയാണ്, തുളസി പോലെയാണ്, നല്ല മണക്കം ഇങ്ങനെ ഉണ്ടാവും.
പക്ഷെ തൊമുഹ മുറുൻ, വായിൽ വെച്ച് കഴിപ്പായിരിക്കും. അപ്പൊ മസലൽ ഖുർആന, ഖുർആൻ ഓതാത്ത കപട വിശ്വാസിയാണെങ്കിലോ, ആ ഖുർആൻ ഓതാത്ത കപട വിശ്വാസിയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, അവൻ ആട്ടങ്ങ പോലെയാണെന്നുള്ളതാണ്. ഈ ആട്ടങ്ങയുടെ പ്രത്യേകത അതിനാണെങ്കിലോ പ്രത്യേകിച്ച് ഒരു മണമൊന്നും ഉണ്ടാവില്ല. ലാ റീഹലഹ തൊമുഹ മുറുൻ, പ്രത്യേകിച്ച് ഒരു മണം ഉണ്ടാവില്ല. വായിൽ വെച്ച് കഴിഞ്ഞാൽ കയ്പുമായിരിക്കും. ഇതാണ് ഖുർആൻ ഓതാത്ത കപട വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. അപ്പം നാം എല്ലായ്പ്പോഴും ആവേണ്ടത് ഹംലലയാണ്. ആ രൂപത്തിലേക്ക് എത്തുവാനും ആ ഒരു മധുര നാരങ്ങയായി നമ്മോടൊപ്പമുള്ള ആളുകൾക്ക് സുഗന്ധം പകരാനും അടുത്തുള്ള ആളുകൾ വായിൽ വെക്കുമ്പോൾ മധുരമുള്ള ആളുകളുമാവുക. അതാണ് ഖുർആനുമായിട്ടുള്ളൊരു ബന്ധം. ആ ഖുർആനുമായുള്ള ബന്ധത്തിനെ സ്ഥാപിക്കാൻ ഇത്തരമുള്ള ദറജകൾ ഒരു റമദാന് മാത്രം കടന്നു വരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തരുതെന്നും സലഫു സ്വാലിഹീങ്ങൾ അതിനെ സ്വീകരിക്കുന്നത് ഒരു ഖുർആനിൻ്റെ മാസമായിട്ടും അതിനു വേണ്ടി ഒഴിഞ്ഞിരിക്കാം. നമ്മൾ അവസാനം സൂചിപ്പിച്ചത് ഇമാം ഷാഫി റഹിമഹുല്ലയുടെ അവസ്ഥയെ 60 വട്ടം അദ്ദേഹം ഖത്തം തീർത്തെന്ന് പറയുമ്പോൾ എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ദർജ നിൽക്കുന്നത്? എവിടെയാണ് അദ്ദേഹത്തിന് ഖുർആനുമായിട്ടുള്ള ഒരു സ്നേഹം, ബന്ധം, അനുകമ്പ, മമത, സ്നേഹവായ്പകൾ എവിടെയാണ്? നാമും അവരും തമ്മിലുള്ള വ്യത്യാസമെന്ന് കൃത്യമായി കാണാൻ സാധിക്കും. അതുകൊണ്ട് അവരിലേക്ക് എത്താനും ഓടിപ്പിടിക്കുവാനും എല്ലാ നിലക്കുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുക. അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ എല്ലാ കാര്യങ്ങളും. പ്രത്യേകിച്ച് അവസാനം ഒരൊറ്റ വാചകം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. റമദാനിലേക്ക് കടന്നു വരുമ്പോൾ സ്വഹാബിമാർ ചെയ്യാറുണ്ടായിരുന്ന മർമ്മപ്രധാനമായ ഒരു ദീപം എന്നുള്ളത് മൻ വസലക്കി വസൽത്തുഹു മൻ കതഅകി കതഉ. ആരാണ് അള്ളാഹുവിനോട് ബന്ധം ചേർക്കുന്നത് അവനോട് ഞാനും ബന്ധം ചേർക്കും. ആരാണ് അള്ളാഹുവിനോട് ബന്ധം മുറിക്കുന്നത് അവനോട് ഞാനും ബന്ധം മുറിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വാചകമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ വിശദീകരിക്കുന്നു. ഈ ബന്ധം ചേർക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും റമദാൻ കടന്നു വരുമ്പോൾ വീടുകളിലേക്ക് അവർ ഇറങ്ങിപ്പോകുന്നതാണ്. ഹജ്ജ് ചെയ്യുമ്പോൾ മാത്രമല്ല, റമദാൻ വരുന്നതോടുകൂടി എല്ലാ ആളുകളെയും വീടുകളിലേക്ക് പോകും. എന്തേലും ഉണ്ടെങ്കിൽ പൊറുക്കണം കേട്ടോ, ഞാൻ അന്ന് പറഞ്ഞു പോയതുണ്ടെങ്കിൽ പൊറുക്കണം കേട്ടോ, അന്ന് ദേഷ്യത്തിൻ്റെ പേരിൽ പറഞ്ഞു പോയതോ ക്ഷമിക്കണം കേട്ടോ. ഇങ്ങനെ അവരുടെ വീട്ടിലേക്ക് ചെന്നവർ പറയാറുണ്ടായിരുന്നു, എൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ വീഴ്ചകളും വന്നിട്ടുണ്ടെങ്കിൽ താങ്കൾ പൊറുക്കണമെന്ന എല്ലാ വീടുകളിലും കയറിയിട്ട് അവർ പറയാറുണ്ടെന്ന്. അതാണ് സലഫു സ്വാലിഹികളുടെ ഏറ്റവും ഒരു ഉത്കൃഷ്ടമായ സ്വഭാവം. ലാ യദ്ഖുലുൽ ജന്ന ഖാതിഉർ റഹിം. ആ ബന്ധം മുറിക്കുന്നവർ, കുടുംബ ബന്ധമായ സൗഹൃദ ബന്ധങ്ങൾ, ഇതൊക്കെ മുറിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ലാ യദ്ഖുലുൽ ജന്ന, ഒരു സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരേ സഫിൽ നിൽക്കുന്ന ആളുകളാണ്, ഒപ്പം നമസ്കരിക്കുന്നവരാ, ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർ, അപ്പോൾ ഒരേ സമയത്ത് സലാം വിട്ടുന്ന ആളുകൾ, മടം പൊപ്പിച്ച് നിൽക്കുന്ന ആളുകൾ, കണ്ടാ മിണ്ടൂല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക എന്നുള്ളതാണ്. തനിക്ക് എന്തെങ്കിലും സാമ്പത്തികമായോ ശാരീരികമായോ എന്തെങ്കിലും ഒരു വാക്കിൻ്റെ മേലെ പ്രശ്നവും, പക്ഷെ കണ്ടാ മിണ്ടൂല. ഇങ്ങനെ പകയും വിദ്വേഷം വെച്ച് ഇങ്ങനെ നടക്കും, മുഖം വീർപ്പിച്ച് നടക്കും. ഫസ്റ്റ് സഫയിൽ ഉണ്ടാവും, സുജൂദ് ചെയ്യേണ്ടതുണ്ടാവും, ഖുർആൻ ക്ലാസ്സിലുണ്ടാവും, എല്ലാ സംവിധാനത്തിലുണ്ടാവും. ലാ യദ്ഖുലുൽ ജന്ന ഖാതിഉർ റഹിം. ഇങ്ങനെ ബന്ധം, സ്വന്തം കുടുംബ ബന്ധമടക്കം എളാപ്പയും മൂത്താപ്പയും തമ്മിലുള്ള ബന്ധം ഇത് മുറിച്ച് നടക്കുന്ന ആളുകളുണ്ട്. എന്നിട്ട് അവർക്കൊക്കെ അവകാശം, ഇത്തരം ആളുകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന അവരുടെ അമലുകൾ ആകാശത്തിലേക്ക് ഉയരുകയില്ലെന്നതാണ്. ഇവർ ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങൾ നാളെ പടച്ചിറപ്പിൻ്റെലേക്ക് ഖുർആൻ ഓതി ഒരുപാട് സംവിധാനങ്ങളായിട്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ ഒന്നുമില്ലാത്ത ഹബാ മൻസൂറ, ഒരു ധൂളികളായി പാറിപ്പോകുന്നൊരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവിടെ അപകടപരമായ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ ഇന്ന് നമ്മൾ റബ്ബിന് വേണ്ടി ഒന്ന് താന്നു കൊടുക്കുക. ഇല്ലേ, പലപ്പോഴും നമ്മുടെ കിബിറാണ് അനുവദിക്കാത്തത്. ഓൻ ഇന്നോട് വന്ന് ചോദിക്കട്ടെ, ഞാൻ ഇതിന് അങ്ങോട്ട് പോണേ, ഇങ്ങോട്ട് വന്ന് പറയട്ടെ. പലപ്പോഴും ഒരു ഫോൺ കോൾ മതി, ഇന്ന് പണ്ട് പോകുന്നു വേണ്ട, വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ പോലെ സഹോദരന്മാരെ, ഞാൻ അന്ന് പറഞ്ഞതേ എനിക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ ഇനി ഒന്ന് ക്ഷമിച്ചാളട്ടാ, ഞാൻ അറിയാതെ പറഞ്ഞതാ എന്നൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ. പക്ഷെ ആ പ്രശ്നം ഇങ്ങനെ വലുതാക്കും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഒരുത്തിനും അനുവാദം തന്നിട്ടില്ല എന്നുള്ളതാ. ഒരുത്തിനും അനുവാദം തന്നിട്ടില്ല. 3 ദിവസത്തിലധികം ഒരാളായിട്ട് പിണങ്ങി നിൽക്കാൻ തെറ്റാണ്, ഒരാൾക്ക് അനുവാദം നൽകിയിട്ടില്ല. തെറ്റാണ് തന്നെ ചെറിയ കാരണങ്ങൾ വേണം. 3 ദിവസം വരെ തെറ്റാം. 4ാമത്തെ ദിവസം ചെന്ന് സലാം പറഞ്ഞോളണം. പറയുക സഹോദരന്മാർ, നമ്മുടെ ബാധയുള്ളൂ. അവൻ മടക്കലും മടക്കാതിരിക്കലും അവൻ്റെയാണ്. നമ്മുടെ ബാധ എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് ഞാൻ ക്ഷമ ചോദിക്കുന്നു. മാപ്പാക്കിയാലും ഇല്ലെങ്കിലും ഞാൻ താന്നു തന്നിരിക്കുന്നു. നിന്നെ പേടിച്ചല്ല, റബ്ബിന് തൃപ്തി ആഗ്രഹിച്ച്. ലാ യഹില്ലു റജുലും, ഒരുത്തന് അനുവാദം തന്നിട്ടില്ല 3 ദിവസത്തിലധികം തൻ്റെ സഹോദരനുമായി പിണങ്ങി നിൽക്കാൻ, തെറ്റി നിൽക്കാൻ. ഇതാണ് പലപ്പോഴും നമ്മുടെ നാടുകളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ.
ഇങ്ങനെ പരസ്പരം കണ്ടാമുണ്ടാതെ കുറ്റം പറഞ്ഞ് നടക്കുകയും ഒരേ സഫിന് നമസ്കരിക്കുകയും ചെയ്യും. ഇവർക്കെന്ത് റമദാൻ, ഇവർക്കെന്ത് ഖുർആൻ, എന്ത് ഹദീസ്, എത്ര കേട്ടിട്ടും മനസ്സിങ്ങനെ കഠിനമായി പോയ ആളുകൾ. ഈ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റി കൊണ്ടുപോകേണ്ടി വരും ഈ ആളുകളൊക്കെ. ഇത്തരം കാറൂനിസകം നടത്തുന്നത്, ഇത്തരം കിബർ മനസ്സിലിങ്ങനെ വെച്ച് നടക്കുന്ന ആളുകളും മരണപ്പെട്ട തീർന്നിയ സഹോദരന്മാരെ മുഴുവനും നമ്മുടെ ഉണ്ടാക്കി വിട്ടുള്ള കിബർ മുഴുവൻ ഇറങ്ങി. 4 ആൾക്കാർ നമ്മളെ ഏറ്റിക്കൊണ്ടുപോകണം. ഖബറിലേക്ക് പോകണമെങ്കിലും കുളിപ്പിക്കണമെങ്കിലും 4 ആളുകൾ നമ്മളെ കുളിപ്പിക്കണം അല്ലേ? ഇത്രയുള്ളൂ നമ്മുടെ അവസ്ഥ. പിന്നെ എന്തിനു വേണ്ടിയാണ് ഇത്ര അഹങ്കാരത്തിന്റെ പേരിൽ അമൽ, സ്വന്തത്തിന്റെ പ്രശ്നമാണിത്. നമ്മളെ റമദാൻ അടക്കം നഷ്ടമാവുന്ന പ്രശ്നം. റമദാനി മുഴുവൻ നമസ്കരിച്ചിട്ട് നോമ്പ് നോക്കിയിട്ടും റബ്ബ് സ്വീകരിക്കാത്തൊരവസ്ഥ വല്ലാത്തൊരു അപകടമല്ലേ? അതിനുള്ള ഒന്നാമത്തെ മാർഗമാണ് സലഫുകൾ കാണിച്ചു തന്ന ആളുകളുടെ പൊരുത്തം ചോദിക്കാം. ആൾ എന്തേലൊക്കെ വന്നു പോയിട്ടുള്ള ക്ഷമിക്കണം കേട്ടോ. അത് ഇണകൾ തമ്മിലും മറ്റും മക്കൾ തമ്മിലും മറ്റും നിന്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിച്ചാളട്ടാ. ഞാൻ അന്നൊന്നും വിചാരിച്ചിട്ടില്ല. എന്തെങ്കിലും പൊരുത്തപ്പെട്ടണ്ട. ഇത് മാതാപിതാക്കളോടും മക്കളോടും ഭാര്യമാരോടും ഇണകളോടും ഭർത്താക്കന്മാരോടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം. അത് പരസ്പരം സ്നേഹം ഉണ്ടാക്കാൻ ഒരാവശ്യമാണ്. അതുകൊണ്ട് അത്തരം ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മൾ എത്തുക ഇൻഷാ അല്ലാഹ്. ആ ഒരു മാനസിക വിശാലത നമ്മളിലേക്ക് എത്തണമെങ്കിൽ ആ ആളുകൾ സ്വീകരിച്ച നിലപാടും നമ്മൾ അമലുകൾ സ്വീകരിക്കണമെന്നുള്ള കൃത്യമായ നിലപാടോടുകൂടി മുന്നോട്ട് പോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന ഒരു മാസമായി ഈ ഒരു മാസത്തെ ഇനി വരുന്ന റമദാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിനു വേണ്ടിയുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാവിധ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മക്കളെയെല്ലാം അല്ലാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ ഇരുത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്, രോഗങ്ങൾ കൊണ്ട്, കടങ്ങൾ കൊണ്ട്. അവരുടെ പ്രയാസങ്ങൾക്ക് ശാന്തിയും സമാധാനവും നൽകുക റഹ്മാനെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ഒരു വിശാലമായ സംവിധാനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട് റബ്ബേ. അവർക്ക് ഷിഫായിന് പ്രാധാന്യം നൽകണേ. ദീർഘായുസ്സും ആരോഗ്യവും അവർക്ക് നൽകണം റഹ്മാനെ. എല്ലാവിധത്തിലുള്ള ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഹലാലായ ഉദ്ദേശവും റഹ്മാൻ റഹീമുമായ റബ്ബേ നിറവേറ്റി കൊടുക്കണേ. മുസ്ലിം ഉമ്മത്ത് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കുണ്ടെങ്കിൽ ശാന്തി നൽകണേ, അവർക്ക് സുരക്ഷിത നൽകണേ, അമ്ന് നൽകണം റഹ്മാനെ. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീന ഔ അഖ്തഅനാ ربنا ولا تحمل علينا إسرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين ربنا عليك توكلنا وإليك أنبنا وإليك المصير ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير ربنا أفرغ علينا قوة ربنا أفرغ علينا صبرا ربنا أفرغ علينا نصرا ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار ربنا آمنا واغفر لنا وارحمنا وأنت خير الراحمين اللهم يا مقلب القلوب ثبت قلبي على دينك اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات أحياء من الأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته.